രോമാ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുന്ന നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച പ്രേക്ഷകരോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് അനീഷ് വർഗീസ് എന്ന പ്രിയ സഹോദരനാണ്. തൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത അത്ഭുതകരമായ രോഗസൗഖ്യത്തെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. തൻ്റെ വലതുവശം പൂർണ്ണമായി തളർന്ന് ചില നാളുകൾ താന് കിടക്കയിലായിരുന്നു. തൻ്റെ ശരീരത്തിൽ നേരിട്ടതായ ഒരുപാട് രോഗങ്ങൾ തന്നെ മരണത്തിലേക്ക് തള്ളിവിട്ടപ്പോൾ മരിച്ചുപോയി എന്ന് വിധി എഴുതിയിടത്ത് നിന്ന് ദൈവം മടക്കി വരുത്തിയ അസാധാരണമായ ഒരു സാക്ഷ്യം പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുവാൻ പ്രേക്ഷകരോട് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. മാത്രമല്ല, നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജുകൾ അയയ്ക്കുക. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം പ്രാർത്ഥിപ്പാനുള്ള അവസരമുണ്ട്. അതിൽ പങ്കാളികളാകുക. കർത്താവ് നമ്മെ എല്ലാവരെ സഹായിക്കട്ടെ. തുടർന്ന് പ്രിയ അനീഷ് വർഗീസ് രോമാ ടിവിയുടെ പ്രേക്ഷകരോടും ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി രോമാ ടിവിയിലേക്ക് എനിക്ക് ഇങ്ങനൊരു ചാൻസ് തന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എന്നെ പരിചയപ്പെടുത്തിയ പ്രിയ ദേവദാസനോടും ഉള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സാക്ഷ്യം കേൾക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കുക. അവരുടെ ജീവിതത്തിൽ ഒരു വലിയ പരിവർത്തനം, മാനസാന്തരം ഉണ്ടാവാൻ, ദൈവഭയം ഉണ്ടാകുവാൻ, ഓരോരുത്തരും ദൈവത്താൽ നയിക്കപ്പെട്ടവരും അനുഗ്രഹീതരും ആകുവാൻ, വലിയൊരു ഉണർവിനെ ദൈവം അയക്കപ്പെടുവാൻ, കേൾക്കുന്നവർ ഒരു സാക്ഷ്യം ചുമ്മാതെ കേട്ടു എന്നുള്ളതിൽ ഉപരിയായിട്ട് അവരുടെ ഹൃദയത്തിൽ അത് രേഖപ്പെടുത്തുന്ന രീതിയിൽ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുന്നു. എൻ്റെ മാതാവും പിതാവും, പിതാവ് PC വർഗീസ് കുഞ്ഞ്, മാതാവ് ശോശമ്മ വർഗീസ്. എനിക്ക് 3 സഹോദരങ്ങളുണ്ട്. മൂത്ത ഒരു ബ്രദർ മുംബൈ സെറ്റിൽഡ് ആണ്. മൂത്ത സഹോദരി കായംകുളത്തിൻ്റെ പ്രദേശത്ത് സെറ്റിൽഡ് ആണ്. ഇളയ സഹോദരിയും എൻ്റെ മാതാവും US-ലാണ്. എൻ്റെ ചെറുപ്പത്തിലെ എൻ്റെ പിതാവ് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ എൻ്റെ പിതാവ് ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞതാണ്. പിന്നീട് മമ്മിയും സഹോദരങ്ങളും കൂടാണ് നോക്കിയത്. എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം വളരെ നല്ല രീതിയിൽ തന്നെയായിരുന്നു നടന്നത്. ഞങ്ങളുടെ അടുത്ത സ്കൂളുകളിലും പിന്നെ MGM-ലുമായിട്ട് എൻ്റെ 10ാം ക്ലാസ് വരെയുള്ള പഠനം പൂർത്തിയാക്കി. അതിനുശേഷം പ്രീ ഡിഗ്രി കാലഘട്ടങ്ങൾ എന്ന് പറയുമ്പോൾ അതെൻ്റെ ജീവിതത്തിൽ ആത്മീയ മേഖലയിൽ ഒരു വലിയ മാറ്റം സൃഷ്ടിച്ചതാണ്. സെൻറ്റ് അലോഷ്യസ് കോളേജ് എടത്വായിലാണ് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്നത്. അവിടെ കാത്തലിക് സ്റ്റുഡൻസ് യൂത്ത് മൂവ്മെൻറ്റിൻ്റെ കീഴിൽ ഒരുപാട് ധ്യാനങ്ങൾ നടക്കുമായിരുന്നു. അപ്പോൾ ആത്മീയതയിൽ അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ കയറി വരുന്നത്. എന്നിരുന്നാലും അതൊരു പക്വതയുള്ള ഒരു ആത്മീയത ആയിരുന്നില്ല എൻ്റെ ഇപ്പോഴത്തെ നോട്ടത്തിൽ. എന്നാലും ആത്മീയതയിൽ ഞാൻ വളർന്നു തന്നെ വരുമായിരുന്നു. അതിനു മുമ്പ് എന്നെ വളരെ സ്പർശിച്ചതായിട്ടുള്ള ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഏകദേശം 8-9 ക്ലാസ്സിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ പഴയ സഭ എന്ന് പറയുന്നത് ഓർത്തഡോക്സ് ആണ്. നല്ലൊരു പാരമ്പര്യമുള്ളതാണ്. എൻ്റെ മമ്മിയുടെ കോബ്രദറായിട്ട് വരും മരിച്ചുപോയ തീമോത്തിയോസ് തിരുമേനി അല്ലെങ്കിൽ ദിദിമോസ് പ്രഥമൻ ബാവ. അങ്ങനെ നല്ലൊരു ഓർത്തഡോക്സ് പശ്ചാത്തലത്തിൽ തന്നെയാണ് ഞാൻ വളർന്നത്. ഞങ്ങളുടെ അമിച്ചേരിയിലെ ചർച്ച് പോലും എൻ്റെ പൂർവ്വപിതാക്കന്മാരാണ് അതിനു വേണ്ടുന്ന സ്ഥലങ്ങളൊക്കെ ദാനം ചെയ്തത്. അങ്ങനെ നല്ലൊരു ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ തന്നെയാണ് ജീവിച്ചു വളർന്നത്. ഇന്ന് അവിടെ എല്ലാ വർഷങ്ങളിലും അവിടെ വാർഷിക ധ്യാനങ്ങൾ ഉണ്ടാവും, ഈവനിങ്. അപ്പൊ അവിടെയാണെങ്കിൽ പ്രൊഫസർ MI യോഹന്നാൻ സാറിൻ്റെ ഒരു ദിവസത്തെ പ്രഭാഷണത്തിനിടയിൽ സാറ് പറയുന്നുണ്ട്, ഞാൻ വളരെ ചെറുപ്പത്തിൽ അഭിഷേകം പ്രാപിച്ച് ദൈവത്തിന്റെ ഗൈഡൻസ് എൻ്റെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ആഗ്രഹിച്ചു, കർത്താവേ നിന്റെ അഭിഷേകം എന്തുവാന്ന് എനിക്കറിയത്തില്ല. ആ സമയം മുതൽ എനിക്കിപ്പോഴും പ്രൊഫസർ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്കിപ്പോഴും എൻ്റെ മനസ്സിലൊരു നല്ല ഇതായിട്ട്, നല്ലൊരു അശരീരി പോകണക്ക് എനിക്കത് കേൾക്കാൻ പറ്റും. അന്ന് മുതൽ 7ാം ക്ലാസ്, ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ തന്നെ അതെനിക്ക് ഉണ്ടാവുകയുണ്ടായി. പിന്നെ കാത്തലിക് സ്റ്റുഡൻസ് യൂത്ത് മൂവ്മെന്റ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, പ്രീ ഡിഗ്രി കാലഘട്ടങ്ങൾ, അതിലൂടെ നല്ലൊരു ആത്മീയ അന്തരീക്ഷത്തിലേക്ക് കടന്നു കയറാൻ പറ്റി. ഞാൻ പോട്ട ആശ്രമത്തിലും ഡിവൈനിലും ഒക്കെ ആയിട്ട് ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ട്. ഞങ്ങളുടെ കോളേജിലുള്ള ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ട്. നല്ലൊരു വിദ്യാഭ്യാസ കാലഘട്ടം തന്നെയായിരുന്നു കടന്നു പോയത്. എന്നാൽ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട്
ഞാൻ ഡിപ്ലോമ പഠിക്കാൻ വേണ്ടി പോയ സന്ദർഭങ്ങളിൽ എനിക്ക് നല്ല ശക്തമായ റാഗിങ് എനിക്ക് പല ഇടങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ പഠിത്തത്തിൽ നിന്നൊരു ഡെസ്പായി പോകുന്ന ഒരു അവസ്ഥയിലോട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പം എൻ്റെ മാതാവ് പല ധ്യാനങ്ങൾക്കും എന്നെ വിടുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഗ്രാജുവേഷൻ ചെയ്യാൻ വേണ്ടി BSc കമ്പ്യൂട്ടർ സയൻസ് കോയമ്പത്തൂർ നാരായണ ഗുരു കോളേജിൽ നിന്ന് ഞാൻ കംപ്ലീഷൻ ചെയ്തു. നല്ല സുഹൃത്തുക്കളായിരുന്നു. അവിടെ എൻ്റെ ആത്മീയതയിൽ വലിയ ചതവുകളൊന്നും ഉണ്ടായിട്ടില്ല, എന്നാൽ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കടന്നുപോയി. പിന്നെ അതിനുശേഷം MCAയുടെ കാലഘട്ടങ്ങൾ, അതും നല്ല രീതിയിൽ, വളരെ നല്ല രീതിയിൽ എനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. പക്ഷെ നല്ലൊരു ജോലിയിലേക്ക് കയറാൻ സാധിച്ചില്ല. ഓക്കെ, ഇത്രയുമാണ് എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളെ കുറിച്ച് പറയാൻ. എനിക്ക് മൂത്ത ഒരു സഹോദരനുണ്ട്, 2 ചേച്ചിമാരുണ്ട്. അവരൊക്കെയും വളരെ സ്നേഹമുള്ളവർ. എല്ലാ കാര്യങ്ങളിലും അവരുടെ വലിയ ഗൈഡൻസ്, ചെറുപ്പം മുതൽ ഈ നിമിഷം വരെ അവരുടെ ഗൈഡൻസും അവരുടെ സപ്പോർട്ടും ബ്ലെസ്സിങ്സും പ്രേയേഴ്സും എല്ലാം എനിക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ 30-ാം വയസ്സിലാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. എൻ്റെ എൻ്റെ ഭാര്യയുടെ പേര് തങ്കം എന്നാണ്. ഞങ്ങൾക്ക് അനുഗ്രഹീതയായ ഒരു മകളെ ദൈവം ശരിക്കും പ്രാർത്ഥനയിലൂടെ മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾ മെഡിക്കലായിട്ട് ഞങ്ങൾക്ക് വൈഫിന് PCOD പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതൊക്കെ റെഗുലറൈസ് ചെയ്തിട്ടും ഒന്നും ഞങ്ങൾക്ക് വൈഫ് കൺസീവ് ആകുന്നു. അപ്പൊ താമ്പരത്ത് ഒരു മിനിസ്ട്രിയുടെ, ഒരു ട്രിച്ചി ബേസ്ഡ് മിനിസ്ട്രിയുടെ 4 ദിവസത്തെ ഉണർവി റിവൈവൽ മീറ്റിംഗ് വന്നപ്പോൾ അതിൻ്റെ 2, 3, 4 ദിവസങ്ങൾ ഞാൻ അറ്റൻഡ് ചെയ്തു. 4-ാം ദിവസം എല്ലാം കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു അനൗൺസ്മെന്റ് ഉണ്ട്: നിങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ മുമ്പോട്ട് കടന്നു വരുക. അപ്പൊ ഞാനും വൈഫും മുമ്പോട്ട് കയറി വന്നു. ഞങ്ങള് ആനന്ദ് സ്റ്റിര എന്നാണ് ദേവദാസിന്റെ പേര്. അദ്ദേഹത്തിന്റെ മരുമോന്റെ പേര് ജോഷുവ എന്നാണ്. ഞങ്ങൾ ജോഷുവ പാസ്റ്ററുടെ അടുക്കലോട്ട് വന്നു. അപ്പൊ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഈ മെഡിക്കൽ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരെയും തലയിൽ കൈവച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ 32-ാം ദിവസം വൈഫ് കൺസീവായി. ശരിക്കും ഞാൻ കൊണ്ടായ കുഞ്ഞ് 5 വർഷത്തിന് ശേഷം ലഭിച്ച ഒരു കുഞ്ഞാണ്. അതിനു മുമ്പ് വൈഫ് പ്രഗ്നന്റ് ആയപ്പോൾ ബ്ലീഡിംഗ് ആയി മിസ്കാരി ചെയ്യപ്പെട്ടു. അതിനുശേഷമാണ് ഈ കുഞ്ഞുണ്ടാവുന്നത്. ഞങ്ങൾക്ക് കിട്ടിയ കുഞ്ഞ് ശരിക്കും പ്രാർത്ഥനയിലൂടെ മാത്രം ജനിച്ച കുഞ്ഞാണ്. അതുകൊണ്ട് അവിടെ പേര് ഫെയ്ത്ത് സൂസൻ വർഗീസ് എന്ന്. ഇനി ശരിക്കും എൻ്റെ ആത്മീയതയിലൂടെ ഞാൻ വരാനുണ്ടായ സംഭവം, ഞാൻ MCA കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞാൻ US പോകാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. പല കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടൊന്നും ശരിയാവുന്നില്ല. അങ്ങനെ എൻ്റെ ഫയല് വന്നിട്ട് ഇൻ പ്രോസസ്സിൽ വന്നു. അത് അപ്രൂവൽ ആയിട്ടില്ല, റിജക്റ്റും ആയിട്ടില്ല. അപ്പൊ ഇൻ പ്രോസസ്സിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്നീ റിജക്ഷൻ ആണ്, അല്ലെങ്കിൽ അപ്രൂവൽ ആണ്. അപ്പൊ എൻ്റെ മാതാവ് പറഞ്ഞു, എടാ ചെട്ടുമുക്കിൽ ഹെവൻലി ഫീസ്റ്റിന്റെ ഉപവാസ പ്രാർത്ഥന നടന്നു, നീ അവിടെ പോകും, ആരും അറിയത്തില്ലല്ലോ, ചെട്ടുമുക്കല്ല, അങ്ങനെ അധികം പോകത്തില്ല. അപ്പൊ ഞാൻ അതിൽ അവിടെ പോകാൻ വേണ്ടി തയ്യാറെടുത്തു. 2-ാം ദിവസം മുതൽ ഞാൻ പോയി തുടങ്ങി. എന്നാൽ 2-ാം ദിവസം പോയി തുടങ്ങിയപ്പോൾ തന്നെ ദൈവത്തിന്റെ വലിയൊരു ടച്ചിങ്സ്, വലിയൊരു സ്പർശനം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്ഷൻസ് കഴിയുമ്പോഴും ഓരോ വർഷിപ്പിന്റെ ഇടയിലൊക്കെയും എനിക്ക് ഭയങ്കരമായ ദൈവത്തിന്റെ ഒരു എന്തെന്നില്ലാത്ത ഒരു ഇത്. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി കിടക്കുന്ന സമയത്ത് ഞാൻ കിടക്കുന്ന കട്ടിലേല് തമ്പുരാൻ വന്നിരിക്കുന്നത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതായത് ഒരു വ്യക്തി അടുത്ത് വന്നിരിക്കുമ്പോൾ നമ്മുടെ കിടക്കുന്ന ബെഡ് ഒന്ന് ചരിയും. അപ്പൊ എനിക്ക് പേടിച്ചിട്ട്, എനിക്കറിയാം കർത്താവാണ്, പക്ഷെ ഞാൻ പേടിച്ചിട്ട് ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല, ഞാൻ പിന്നെയും തിരിഞ്ഞു കിടക്കും. എന്നാൽ 2-ാം ദിവസം വന്നപ്പോൾ അവിടുത്തെ ബ്രദറിനോട്, എൻ്റെ മോനെ, നീ ആണെങ്കിൽ കിടക്കുന്ന കട്ടിലെ തമ്പുരാൻ കയറി നിൽക്കുമെന്ന്, കയറി നിന്റെ കൂടെ ഇരിക്കുന്നതാണ് ദൈവം എന്നെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, വളരെ വാസ്തവം, അത് എനിക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. എൻ്റെ വീട്ടിലോ എൻ്റെ മാതാവിന് ആർക്കും അറിയത്തില്ല, അത് എനിക്ക് മാത്രം അറിയാവുന്ന. അപ്പൊ ഈ ബ്രദർ എൻ്റെ അടുക്ക വന്നു, മോനെ നീ സ്നാനപ്പെടണം, ദൈവാത്മാവ് ശക്തമാണ്. അപ്പൊ എനിക്ക് ഓർത്തഡോക്സിലെ പാരമ്പര്യം അനുസരിച്ച് ഒരു സ്നാനമേ ഉള്ളൂ, അത് ശിശു സ്നാനമാണ്. അപ്പൊ അതിനെ തന്നെ ഇങ്ങനെ ഞാൻ പിടിച്ചു, കർത്താവ് ഇത് ശരിയാണോ, ഇത് തെറ്റാണോ, എനിക്ക് നീ വെളിപ്പെടുത്തണം. അപ്പം 2-ാമത്തെ ദിവസം ഇതേപടുതയാണ് ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഇതേ അനുഭവം എനിക്ക് ഉണ്ടാകും. അപ്പൊ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഞാൻ സ്നാനപ്പെടണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു അനുഭവം തരണം. അപ്പൊ എന്നോട് പിറ്റേ ദിവസം രാവിലെ, മോനെ നീ ദൈവത്തിനടുക്ക ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, നീ സ്നാനപ്പെടണമെന്നുണ്ടെങ്കിൽ നിനക്കൊരു ഒരു എന്തോ പറയാ, ദൈവം എന്തെങ്കിലും ഒരു കാണിക്കണം എന്നുള്ളത്. നീ തീർച്ചയായിട്ടും നീ ധൈര്യമായിട്ട് സ്നാനപ്പെട്ടോ, ദൈവം നിനക്കത് നിനക്ക് നീ ചെയ്യുന്നത് ശരിയാണോ ഇല്ലോ എന്നുള്ള കാര്യം നിനക്ക് അത് തിട്ടപ്പെടുത്തി തരും. അങ്ങനെ ലാസ്റ്റ് ദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞു. ഞാൻ ഉൾപ്പെടെ 6 പേരാണ് സ്നാനപ്പെടാൻ വേണ്ടി നിൽക്കുന്നത്. ഞാനും വേറൊരു ബ്രദറും, കൂടാതെ
മൂ- മൂന്ന് സഹോദരിമാർ, മൂന്നും നാലും 5 പേർ. അപ്പൊ ഈ ബ്രദർ കുറെ കഴിഞ്ഞപ്പോൾ അങ്ങ് മാറിപ്പോയി. എന്നാൽ ഞാൻ ആണായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ശേഷം എനിക്ക് മുമ്പായിട്ട് 3 സ്ത്രീകളും സ്നാനപ്പെട്ടു. എന്നാൽ അപ്പോഴെങ്ങും ഒരു മാറ്റങ്ങളും ഒന്നും സംഭവിക്കുന്നില്ല. ഞാൻ പ്രത്യേകിച്ച് ഒരു അടയാളങ്ങളും കാണുന്നില്ല. എന്നാൽ ഞാൻ സ്നാനത്തിന് വേണ്ടി കൈലി എടുത്തു, കെട്ടി, പാൻറ് മാറി സ്നാനക്കുളത്തിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അന്തരീക്ഷം പെട്ടെന്ന് മാറുന്നു. അവിടെ ഒരു മഴ പെയ്യുന്നു. എൻ്റെ സ്നാനം 2 മിനിറ്റ് കൊണ്ട് കഴിയുന്നു. ഞാൻ കൈലി മാറ്റി തോർത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ മഴ മാറുവാണ്. ഉടനെ ബ്രദർ എടുക്കുക, നീ ചോദിച്ച അടയാളം നിനക്ക് കിട്ടിയല്ലോ. ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ഒന്നും പറയാതെ ഞാൻ വീട്ടിലോട്ട് വന്നു. ഞാൻ വീട്ടിൽ വന്ന് ഇങ്ങനെ കസേരയിൽ ഇരിക്കുമ്പോൾ എൻ്റെ നേരെ ഓപ്പോസിറ്റ് എൻ്റെ മമ്മി ഒന്ന് ഇരിപ്പുണ്ട്. അപ്പൊ മമ്മിയുടെ വായിൽ നിന്ന് ആദ്യമേ കേൾക്കുന്ന കാര്യമാണ്, മോനെ നീ സ്നാനപ്പെട്ടാൽ പോലും എനിക്ക് പ്രയാസമില്ല. കാരണം എൻ്റെ ലൈഫ് ഒരുപാട് പ്രയാസത്തിലൂടെയും ഞെരുക്കത്തിലൂടെയും പഴയ ഒരു ആത്മീയത ഉണ്ടെന്ന് വെച്ചാലും അതെല്ലാം എൻ്റെ നഷ്ടപ്പെട്ട ഒരവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ ഒരു റീമോഡലോട്ട് വരുന്ന സമയത്ത് മമ്മിയോട് അപ്പോഴും ഞാൻ പറഞ്ഞില്ല. നല്ല രീതിയിൽ പ്രയർ പോകുന്നു. അങ്ങനെ മുമ്പോട്ട് പോയി എൻ്റെ വിവാഹത്തിലോട്ട് വളർന്നു. ഇങ്ങനെയാണ് ഞാൻ ദൈവത്തിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു ആത്മീയതയിലോട്ട് വരാൻ ദൈവം എന്നെ നടത്തിയത്. പിന്നെ ശക്തമായ ജോലിയിലുള്ള കാര്യത്തിൽ അടിക്കടി നല്ല നല്ല ജോലികൾ കിട്ടുന്നു. അങ്ങനെ ഗൾഫിൽ പോയി, അതിനുശേഷം നാട്ടിൽ വന്നു. പിന്നെ മദ്രാസിന്റെ മേഖലകളിലോട്ട് പോയി. ദൈവം അവിടെയും നല്ല ജോലി തന്നു. അങ്ങനെ ആ രീതിയിലോട്ട് പോയി. ഇനി ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഒരിക്കലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദൈവ ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഉണ്ടായി, ഒരു സാക്ഷ്യത്തിന്റെ ഇതിലേക്ക് ദൈവം എങ്ങനെ എന്നെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ശരിക്കും നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഞാൻ ഒരു മരണത്തിൽ കൂടെ കടന്നുപോയ വ്യക്തിയാണ്. മരിച്ച് അതായത് മൂക്കിൽ നിന്ന് ഓക്സിജൻ മാറ്റപ്പെടുവാണെങ്കിൽ ഓൺ സ്പോട്ട് ഞാൻ തീരും. ആ രീതിയിലാണ് ഞാൻ കിടക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ജോലി ചെയ്യുന്നത് യൂറോപ്പിലായിരുന്നു ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പം യൂറോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് തൊട്ട് ഒരാഴ്ച മുമ്പ് എൻ്റെ ഒരു ആത്മീയ പിതാവ് എന്നോട് പറയുന്നുണ്ട്, മോനെ നീ സൂക്ഷിച്ചില്ലെങ്കിൽ നിന്റെ ആത്മാവ് നഷ്ടപ്പെടുന്ന രീതിയിലോട്ട് പോകും. ഞാൻ ആത്മാവ് നഷ്ടപ്പെടുന്ന വെച്ചപ്പോൾ ഞാൻ ഒരു മരണത്തിന്റെ അവസ്ഥയൊന്നും ഞാൻ ചിന്തിച്ചേ ഇല്ല. എന്നാൽ അദ്ദേഹം എന്നോട് പൂർണ്ണമായിട്ടും ഇതെങ്ങനെയാണ് എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞില്ല. അപ്പൊ ഞാൻ വലിയ കാര്യമാക്കിയില്ല. പ്രെയർ ലൈഫ് അതേ രീതിയിൽ പോകുന്നു. അങ്ങനെ എനിക്ക് ആദ്യമേ എനിക്കൊരു തലവേദന. ഞാൻ ഹോസ്പിറ്റലിൽ പോയി മെഡിസിൻ എടുത്തു. അതിനുശേഷം എൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു വൈറ്റ് സ്പോട്ട് വന്നു. അപ്പൊ ഞാൻ ഷേവ് ചെയ്തപ്പോൾ മുറിഞ്ഞേണ്ടുള്ള വൈറ്റ് സ്പോട്ട് ആയിരിക്കും എന്ന് വിചാരിച്ചു. അത് ഞാൻ കാര്യമാക്കിയില്ല. പിന്നെ നടക്കുമ്പോൾ എനിക്ക് നല്ലതായിട്ട് കിതയ്ക്കാൻ തോന്നി. അതും ഇത്ര നടന്നു വന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലല്ലോ എന്ന് വിചാരിച്ചു ഞാൻ അതും പോയി. പിന്നെ ഒന്ന് കുനിഞ്ഞിട്ട് എണ്ണിക്കുന്ന ഉടനെ എനിക്ക് പ്രഷർ വേരിയേഷൻ, അതും ഞാൻ കാര്യമാക്കിയില്ല. അങ്ങനെ ഒരു ദിവസം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ശക്തമായി എനിക്ക് നെഞ്ചുവേദന ഉണ്ടായി. അപ്പൊ ഞാൻ എൻ്റെ മാനേജറിനോട് ചോദിച്ചു, എനിക്ക് ഇങ്ങനെ ഒരു പ്രയാസമുണ്ട്, ഞാൻ വീട്ടിൽ പോവാം. അവർ പറഞ്ഞു പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് ശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ നെഞ്ച് ബ്ലോക്ക് ആവുക. ആലോചിച്ച് നോക്കണം, ദൈവം നമ്മുടെ ശരീരത്തിൽ എല്ലാ സിംറ്റംസും തരും. ഏതൊരു രോഗത്തിന് മുമ്പും സിംറ്റംസ് തരും. ഞാൻ ഹോസ്പിറ്റലിൽ പോയതാണ്, മെഡിസിൻ കിട്ടിയതാണ്. പക്ഷെ അതെല്ലാം ഒരു താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഒന്നും എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഒട്ടും തന്നെ ശ്വസിക്കാൻ വയ്യ. അപ്പൊ എൻ്റെ കൂടെ ഉള്ളവർ പറഞ്ഞു, അനീഷേ നീ തിങ്കളാഴ്ച ആകുമ്പോൾ ഞങ്ങൾ ജോലിയിൽ പോകും, നിനക്ക് ജോലി ഇല്ലാതെ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരും കാണത്തില്ല, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, നീ കൈയുടെ ഹോസ്പിറ്റലിൽ പോകാം. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. നഴ്സസിനെടുക്കാൻ പറഞ്ഞു. അവരെനിക്ക് റെക്ടാഗ് എൻ്റെ കൈ കെട്ടി. അങ്ങനെ ഞാൻ ഡോക്ടറുമായിട്ട് സംസാരിച്ചു. എൻ്റെ ബ്ലഡ് എടുത്തുകൊണ്ട് പോയി. എന്നോട് പറഞ്ഞു അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞ് എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് HBയുടെ കൗണ്ട് ഭയങ്കര കുറവാണ്, പെട്ടെന്ന് ബ്ലഡ് ട്രാൻസ്മിഷന് വേണ്ടി തയ്യാറെടുത്തോളാൻ പറഞ്ഞു. ഉടനെ എന്നോട് ചോദിച്ചു, എന്തെങ്കിലും നിങ്ങൾ ഇന്ത്യൻസാ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ത്യൻ ആണെന്ന് വെച്ചാൽ ഞാനൊരു ബോൺ ആൻഡ് ബോൺ അഗെയിൻ ആണ്. മാത്രമല്ല ഞാൻ ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ആണ്. എൻ്റെ ഫുൾ ക്രിസ്ത്യൻ. അതായത് അവർ വിചാരിച്ച ഹിന്ദുക്കൾക്കൊക്കെ ഈ ബ്ലഡ് മറ്റുള്ളവരെ നിന്ന് എടുക്കുമ്പോൾ അതിനെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുമോ എന്നുള്ള വിദ്യാർത്ഥി ചോദിച്ചാണ്. ഞാൻ പറഞ്ഞു അങ്ങനെ പ്രോബ്ലംസ് ഒന്നും തന്നെ എനിക്കില്ല. അങ്ങനെ ഞാൻ ബ്ലഡ് റിസീവ് ചെയ്യാൻ വേണ്ടി ഇതായി. അതായത് എൻ്റെ ബ്ലഡ് HBയുടെ കൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 5.4. 14 വരേണ്ട സ്ഥാനത്ത് എനിക്കുള്ളത്
5 ഉള്ളു, പകുതിക്ക് താഴെയാണ് നിൽക്കുന്നത്. പേരിനേ ഉള്ളു ബ്ലഡ്. ശരിക്കും പറഞ്ഞ ഒരു അനീമിയ ഇതിലോട്ട് ഞാൻ കടന്നു വരുമോ. അപ്പം എനിക്ക് 1 കുപ്പി കയറ്റി, 2 കുപ്പി കയറ്റി, അതിനുശേഷം മൂന്നാമത്തെ കുപ്പി ഒരു 2 മണിക്കൂറിന് ശേഷം കയറ്റി. അപ്പോഴത്തേക്ക് ഞാൻ അവിടെ അഡ്മിറ്റ് ആക്കുക. അങ്ങനെ എനിക്ക് അനാലിസിസ് ചെയ്തു. പിറ്റേ ദിവസം ഇവിടെ പറഞ്ഞു ന്യൂമോണിയ നിങ്ങൾക്കുണ്ട്, അത് ഹൈലി ഇൻഫെക്റ്റഡ് ആണ്, നിങ്ങളുടെ ഇടത് ഭാഗത്തെ ലങ്സിനാണ് ഇത് ചെയ്യുന്നത്, അതിന്റെ ട്രീറ്റ്മെന്റ് ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണം, കുഴപ്പമുണ്ടോ. പക്ഷെ ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി. ഏകദേശം 17 ദിവസത്തോളം ഞാൻ കിടന്നു. എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഞാൻ അതിനുശേഷം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ഡിസ്ചാർജ് ആയി, എൻ്റെ റൂമിലേക്ക് വന്നു. ആ സമയത്ത് എന്നോട് ഡയറ്റീഷ്യൻ പറഞ്ഞു അധികം ഉപ്പ് പാടില്ല, മുളക് പാടില്ല, മധുരം പാടില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് ഹീലിങ്സ് ആവാൻ വേണ്ടി ഞാൻ ഇത് 3 അങ്ങ് പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച സമയത്ത് ഒരു 4-5 ദിവസം ഞാൻ നടക്കാൻ തുടങ്ങി. നടക്കുന്നതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രഷർ വേരിയേഷൻസ് ഭയങ്കരമായിട്ടുണ്ടാവും. പക്ഷെ ഞാൻ അത്ര കാര്യമാക്കിയില്ല. അങ്ങനെ എനിക്ക് ആദ്യമായിട്ട് കോട്ട് വന്നു. കോട്ടല്ലേന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും മൈൻഡ് ചെയ്തില്ല. എന്നാൽ കോട്ടും സ്ട്രോക്കും ഒന്നാണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ആദ്യത്തെ ഒരു കോട്ട് വന്നു, അങ്ങനെ 2ഉം 3ഉം. അപ്പോഴെല്ലാം ഞാൻ ഇന്ത്യയിലായിരിക്കുന്ന എൻ്റെ പ്രെയർ മേറ്റ്സ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടൊക്കെ ഞാൻ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു നൈജീരിയയിലുള്ള ഒരു പാസ്റ്റർ എന്നെ സ്ഥിരമായിട്ട് വിളിക്കുമായിരുന്നു. അപ്പൊ പാസ്റ്ററുടെയൊക്കെ കാര്യം പറഞ്ഞു, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ അതങ്ങ് മാറും. എന്നാൽ ഞാൻ 2022 പെസഹ വ്യാഴാഴ്ച ഞാൻ സാധാരണ ജോലിക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് ഞാൻ ബാത്റൂമിലോട്ട് പോയിട്ട് ഞാൻ തിരികെ വരുമ്പോൾ എൻ്റെ ഇടതുകാലിന്റെ സ്വാധീനം ഓൾമോസ്റ്റ് ബലം, ഭയങ്കര ബലം. പക്ഷെ എനിക്ക് ഇടതുകാല് നിലത്ത് കുത്താൻ പറ്റത്തില്ല. കാരണം ഇടതുകാല് കുത്തിക്കഴിഞ്ഞാൽ ബലമില്ല, അടുത്തൊരു സ്റ്റെപ്പ് വെക്കാൻ പറ്റും. അപ്പൊ ഞാനിങ്ങനെ കൈ ഇങ്ങനെ വലതുകാലം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ മുമ്പോട്ട് നടന്നു. അപ്പം അങ്ങനെ വന്ന് ഞാൻ അവിടെ വന്നിരുന്നു. സോഫയിൽ ഇരുന്ന സമയത്ത് എൻ്റെ റൂംമേറ്റ്സ് ചോദിച്ചു എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ വലതുകാലിന്റെ സ്ട്രെങ്ത് കുറയുന്നു. കുഴപ്പമില്ല, നീ ഇവിടെ ഇരിക്കാം, നമുക്കൊരു ചായ കുടിക്കാം. അവർ ചായ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കിന് പെട്ടെന്ന് ഒരു സ്ട്രോക്ക് എനിക്ക് വരിക. അപ്പം എൻ്റെ അടുത്തിരുന്ന റൂമിൽ ഇരുന്ന ഞങ്ങളുടെ കസിൻ സിസ്റ്റർ വന്നിട്ട് പുള്ളിക്കാരത്തെ അങ്ങ് വല്ലാതെ അങ്ങ് അലച്ചു. കാരണം ആദ്യമായിട്ട് ഇങ്ങനെ കാണുവാണ്, പുള്ളിക്കാരൻ അറിയുകയും ചെയ്യാം. അങ്ങനെ അവരങ്ങ് അലച്ചു പോയപ്പോഴത്തേന് അടുത്തുള്ള എല്ലാവരും വന്നപ്പോഴത്തേന് എനിക്ക് സ്ട്രോക്ക്, ഒരു കറണ്ട് അടിക്കുന്ന കൂട്ട് എൻ്റെ ഇടത് കാലിന്റെ അടിയിൽ നിന്ന് താഴെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് കയറി വരിക. അപ്പം എനിക്ക് മനസ്സിലായി, ഇവിടം വരെ വന്നപ്പോഴത്തേക്ക് മനസ്സിലായി എന്തൊക്കെയോ എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കും. ഒന്നുകിൽ ഞാൻ മരണപ്പെടും, അല്ലെങ്കിൽ കോട്ടെന്ന് എനിക്ക് അറിയത്തുള്ളായിരുന്നു. അപ്പൊ എൻ്റെ മുഖം കോടാൻ പോവുക. അപ്പം എനിക്കതൊന്നും ചിന്തിക്കാൻ പറ്റാത്തവരായിരുന്നു. അപ്പോഴത്തേക്കിന് പെട്ടെന്ന് അവർ ആംബുലൻസ് വിളിച്ചു. ആംബുലൻസ് ഒരു അരമണിക്കൂറിൽ വന്നു, എന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കി. ഞാൻ ഏത് ന്യൂമോണിയ ബാധിച്ച് ഏത് ഹോസ്പിറ്റൽ വന്നു അതേ ഹോസ്പിറ്റലിൽ ഞാൻ എന്നെ അവിടെ കൊണ്ടുവന്ന് ഇട്ടു. അപ്പം ഡോക്ടേഴ്സ് ഒന്നും പലരും ഇല്ലായിരുന്നു. ഞാൻ ഏകദേശം 9:30-10 മണിയായപ്പം ഹോസ്പിറ്റലൈസ്ഡ് ആയെങ്കിലും പിന്നെ പക്ഷെ എന്നെ ഡോക്ടർ അറ്റൻഡ് ചെയ്യുന്നത് വൈകുന്നേരം ഒരു 5-5:30 മണിയായപ്പോഴാണ്. അപ്പൊ ഡോക്ടർ വന്നു, എൻ്റെ പൾസ് ചെക്ക് ചെയ്തു, എൻ്റെ ഹാർട്ട് ബീറ്റ്സ് ഒക്കെ നോക്കിയിട്ട് ഡോക്ടറെ ക്യാബിനിലോട്ട് കയറുകയും എനിക്ക് അടുത്ത സ്ട്രോക്ക് വരികയും ഞാൻ പെട്ടെന്ന് ഈ നഴ്സസിനെ ഞാൻ വിളിച്ചു. അവരെന്നെ 2 കൈകളും കാലും കെട്ടിയിട്ടു. പിന്നെ ഞാൻ ഈ ലോകത്തോട് വിട പറയുക. പിന്നെ എനിക്കൊന്നും അറിയത്തേ ഇല്ല, എൻ്റെ മൈൻഡിൽ ലോകമില്ല. ഞാൻ ഏത് കിടക്കുന്ന ഒന്നും തന്നെ എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ 2-3 ദിവസം കവർ ചെയ്തു. പിന്നെ ഞാനീ പറഞ്ഞ എൻ്റെ ഈ കസിൻ സിസ്റ്ററും ഞങ്ങളുടെ അവിടുത്തെ യൂറോപ്പിലുള്ള ഞങ്ങളുടെ പാസ്റ്റർ ആൻറ്റിയും അന്ന് യൂറോപ്പിൻ്റെ അവരുടെ വർഷിപ്പ് കഴിഞ്ഞിട്ട് അവര് വന്ന് ഹോസ്പിറ്റലിൽ വന്ന സമയത്ത് അവർ പറയുകയാണ്, എന്നെ ഇങ്ങനെ പുതപ്പിച്ച് കിടത്തിയിരിക്കുക, മൂക്കിൻ്റെ ഇവിടെ ഇങ്ങനെ ഓക്സിജൻ വെച്ചിട്ടുണ്ട്. അപ്പം അവർ ചോദിച്ചു ഇത് മാറ്റാൻ പറ്റില്ല, മാറ്റിക്കഴിഞ്ഞാൽ എന്തും സംഭവിക്കും. അപ്പൊ അവർ ചോദിച്ചു എങ്കിൽ പിന്നെ വേറെ ഹോസ്പിറ്റലിലോട്ട് മാറ്റിക്കൂടെ. ഹോസ്പിറ്റലിലോട്ട് മാറ്റിയാലും ഒന്നും പറയാൻ പറ്റത്തില്ല, എന്തും സംഭവിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് പുള്ളി കിടക്കുന്നത്. അവർ ശരിക്കും അങ്ങ് തകർന്നു. ഒരിക്കലും അങ്ങനെ സംഭവിക്കുന്ന ഒരു കേസല്ല എനിക്കിത്. അങ്ങനെ അവരാണെങ്കിൽ അവർ പെട്ടെന്ന് അവരോട് ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. കാരണം ഇവരെല്ലാം ICUവിലാണ്, ഒരുപാട് ആൾക്കാരുണ്ട്, ആർക്കും ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. അവർ രണ്ടുപേരും കരം കോർത്ത് പിടിച്ച് എൻ്റെ 2 കരത്തിലും പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഏകദേശം 6-7 മിനിറ്റോളം പ്രാർത്ഥിച്ചിട്ടുണ്ടാവും.
അവർ ഏകദേശം 7 മിനിറ്റോളം പ്രാർത്ഥിച്ച സമയത്ത് എന്റെ പൾസ് ക്രമത്തിൽ പതുക്കെ പതുക്കെ ഇടിച്ചിടിച്ച് മുമ്പോട്ട് കയറി വരുന്നു. അത് ആ മോണിറ്ററിൽ ഇങ്ങനെ കാണാം. അവർക്ക് മുമ്പ് ഉണ്ടായിരുന്ന വളരെ ലോ പൾസ് ആയിരുന്നു. പക്ഷെ 7 മിനിറ്റത്തെ പ്രാർത്ഥനയോട് കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് എന്റെ പൾസ് തിരിച്ച് അതേ കണക്ക് നോർമൽ സ്റ്റേറ്റിലോട്ട് വന്നുകൊണ്ടിരിക്കുക. അവർ ഏകദേശം 10 മിനിറ്റോളം നിന്ന് കഴിഞ്ഞ ശേഷം ഡോക്ടറിനെ പെട്ടെന്ന് വിളിച്ചു. നോക്കിയ പൾസ് ഓൾമോസ്റ്റ് ക്ലിയർ ആണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു, നോക്കാൻ പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു ശരിയാ, പൾസ് ശരിയായിട്ടുണ്ട്, എങ്കിൽ പിന്നെ നിങ്ങൾ പുറത്ത് പോയിക്കോളാൻ പറഞ്ഞു. അപ്പൊ എൻ്റെ കസിൻ സിസ്റ്റർ ആ സമയത്ത് കേരളത്തിലുള്ള പല ദൈവദാസന്മാരെ, പ്രഗത്ഭരായിട്ടുള്ള പല ദൈവദാസന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കാരണം എൻ്റെ അവസ്ഥ അവർക്കൊന്നും, അതുകൊണ്ട് തന്നെ എൻ്റെ പ്രെയർ മേറ്റ്സ്, എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള പ്രെയർ മേറ്റ്സ് അവർക്കെല്ലാം മാത്രമേ അറിയത്തുള്ളൂ. എൻ്റെ സഹോദരങ്ങൾക്കും ആർക്കും, എൻ്റെ വൈഫിനും ആർക്കും ഈ സംഭവങ്ങളിലൂടെ ഒന്നും ഞാൻ പോകുന്നു. കാരണം ഞാൻ അവർക്കൊരു വിഷമം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും ഞാൻ അവരോട് ഇപ്പം ന്യൂമോണിയ വന്നതോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആ സമയത്ത് എൻ്റെ മാതാവ് ഇന്ത്യയിലുണ്ട്, മാതാവിനെ കാണാൻ വേണ്ടി ഞാൻ വരുമെന്ന് ഉറപ്പ് കൊടുത്തിട്ട് നിൽക്കുക. ആ സമയത്ത് എനിക്കിങ്ങനെ സംഭവിച്ചത്. അപ്പം അവരോട് അവർ പറഞ്ഞു ഓക്കെ, ഞങ്ങൾ എന്നാൽ മുമ്പോട്ട് എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടേഴ്സ് മുമ്പോട്ട് ചെയ്തു. അപ്പൊ എനിക്ക് ഞാൻ സ്ട്രോക്ക് വന്ന് എനിക്ക് എൻ്റെ വലത് കൈയും വലത് കാലും എല്ലാം പാരലൈസ്ഡ് ആയിട്ട് കിടക്കുവാണ്. പകുതി എനിക്ക് ഓക്കെയാണ്, ബാക്കി പകുതി കിട്ടുന്നില്ല. അപ്പം ഞാൻ ഓൾമോസ്റ്റ് മരണപ്പെട്ട അവസ്ഥയിലുമാണ്. കാരണം 3 ദിവസമായിട്ട് പൾസ് വളരെ പേരിന് മാത്രമേ ഉള്ളൂ, ജീവൻ ശരീരത്തിൽ ഉണ്ടെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഓൾമോസ്റ്റ് പോയിരിക്കുന്ന അവസ്ഥ. അപ്പം പിന്നീട് എൻ്റെ കസിൻ സിസ്റ്റർ എന്നോട് പറയുണ്ടായി, ഞങ്ങള് പല ദേവദാസന്മാരെ വിളിച്ചപ്പോൾ ഒരു ദേവദാസൻ പറഞ്ഞു, ശരിക്കും നീ എന്ന് പറഞ്ഞ വ്യക്തി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ട വ്യക്തിയായിരുന്നു. പക്ഷെ അനേകര പ്രാർത്ഥന ആ സമയത്ത് വന്നതുകൊണ്ട് വന്ന ദൂതൻ അതേപൊടി അങ്ങ് കയറിപ്പോവുക. സോറി. പിന്നെ ഞാൻ ICUവിൽ അഡ്മിറ്റായി. ഏകദേശം 3 ദിവസം കഴിഞ്ഞ് ഞാൻ നോർമൽ സ്റ്റേറ്റിലോട്ട് വരികയാണ്. എന്നാൽ ഇവര് പ്രാർത്ഥിച്ച അന്ന് തന്നെ വൈകുന്നേരം ഇപ്പം എൻ്റെ ഇന്ത്യയിലെ പ്രയർ മേറ്റ്സ് ഞാൻ കണ്ണു തുറന്നു എന്നുള്ള കാര്യം അറിഞ്ഞിട്ട് അവരെന്നെ വിളിക്കുക. അപ്പൊ എൻ്റെ ഫോണ് എൻ്റെ ഇടതുവശത്ത് ഇരിപ്പുണ്ട്. ഈ ഇടതുവശത്ത് ഈ കൈ വെച്ച് എനിക്ക് എടുക്കാൻ പറ്റത്തുമില്ല. എന്നാൽ വലത് കൈ വെച്ച് എടുക്കാന്ന് വെച്ചാൽ എൻ്റെ വലത് കൈ പൊങ്ങത്തുമില്ല. എന്ന് വെച്ചാൽ ഡെഡ് ആയിട്ടിരിക്കുക, പാരലൈസ്ഡ് ആയി കിടക്കുക. പക്ഷെ എങ്ങനെയോ എൻ്റെ ഇടത് കൈ വെച്ച് മൂവ് ചെയ്ത് ഞാൻ ആദ്യത്തെ കോള് മിസ്സായി. രണ്ടാമത്തെ കോൾ അടിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ കാത് മുഴക്കമായിട്ടാണ് കേൾക്കുന്നത്. മുമ്പിൽ ആരെങ്കിലും ഒക്കെ വന്ന് നിൽക്കുകയാണെന്ന് വെച്ചാൽ കളറൊന്നും കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. പല കളറും വേരിയൻസ് ആയിട്ടാണ് കാണുന്നത്. എന്ന് വെച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ അത്ര കുറവാണ്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഡെഡ് സെൽസാണ്. ആ ഡെഡ് സെൽസ് ശരിയായി വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പം എനിക്കതുകൊണ്ട് മുഴക്കത്ത് വരുന്ന ഞാൻ എങ്ങനെയോ ഞാൻ ഈ വാട്സപ്പ് കോള് ഞാൻ അറ്റൻഡ് ചെയ്ത സമയത്ത് എനിക്ക് വേണ്ടി എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ പ്രെയർ മേറ്റ്സ്, ഇന്ത്യയിലുള്ള എൻ്റെ സഹോദരങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ വ്യക്തമായിട്ടൊരു സൗണ്ട്, ഗണേഷ് ബ്രദറെ നിങ്ങളുടെ വലത് കൈ ചലിപ്പിക്കാനുള്ള കൃപ ദൈവം തരുന്നു, വിശ്വസിക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വസിക്കുന്നതിൽ എന്താ പ്രയാസം, പ്രത്യേകിച്ച് പൈസ ഒന്നും ചിലവുള്ള കാര്യമില്ല. അവര് പ്രാർത്ഥിച്ചിട്ട് ഞാനത് എടുത്തിട്ട് എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, എങ്ങനെയും വലത് കൈ ഒന്ന് മൂവ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചു. അപ്പൊ ഞാൻ കുറേ നേരം നോക്കിയിട്ടൊന്നും മാക്സിമം നമ്മൾ കൈ ഉയർത്താൻ ശ്രമിച്ചിട്ടൊന്നും വലത് കൈ പൊക്കാൻ പറ്റുന്നില്ല. പിന്നെ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, ഇടത് കൈ വെച്ചിട്ട് ഒന്ന് പൊക്കാൻ നോക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇടത് കൈ കൊണ്ട് അല്പം ലിഫ്റ്റ് ചെയ്ത് കുറച്ച് ലിഫ്റ്റ് ചെയ്ത് കൈമാറ്റി അതേപടി പടവും അടിച്ച് താഴെ. പിന്നെയും അവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് അനീഷ് ബ്രദറെ നിങ്ങളുടെ വലത് കാലും ഉയർത്താനുള്ള ശക്തി ദൈവം തരുന്നു എന്ന് പറഞ്ഞു. വിശ്വസിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വിശ്വസിക്കാമെന്ന് പറഞ്ഞു. അവരെന്നോട് പറഞ്ഞു ഒന്ന് ചലിപ്പിക്കാൻ നോക്കാൻ പറഞ്ഞു. പക്ഷെ എത്ര കമാൻഡ് കൊടുത്തിട്ടും എൻ്റെ വലതുകാല് പൊങ്ങുന്നില്ല. ഞാൻ ഒരു അത് കിടക്കുന്ന കിടപ്പിൽ തന്നെ ഇടത് കൈ കൊണ്ട് വലതുകാലിൽ ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് ചെറിയായിട്ടൊന്ന് ലിഫ്റ്റ് ചെയ്ത് കൈ വിട്ടു താഴെ വിട്ടു. ഞാൻ പറഞ്ഞു അത്രമേ എനിക്ക് പറ്റത്തുള്ളൂ, കുഴപ്പമില്ല. അവർ പിന്നെയും പ്രാർത്ഥിച്ചു. ഞാൻ ഇത്രയും നടന്നില്ലേ, ഒന്ന് ബെഡിൽ നിന്ന് എണ്ണിക്കാൻ ശ്രമിക്കാൻ പറ്റും. ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് വളരെ പ്രയാസപ്പെട്ട ബെഡിൽ നിന്ന് ഒന്ന് എണ്ണീട്ടൊന്ന് ഇരുന്നിട്ട് ഞാൻ അവരെന്നോട് പറയുകയുണ്ടായി ഏതായാലും ചെയ്ത് ഒരു സ്റ്റെപ്പ് വെക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു സ്റ്റെപ്പ് വെക്കാൻ പറ്റത്തില്ല, കാരണം എനിക്ക് വലതുകാലും വലത് കൈക്കും ശേഷിയില്ല, ഞാൻ അപ്പം തന്നെ ഉരുണ്ട് വീഴും. അതുകൊണ്ട് എനിക്ക് ആ സ്റ്റെപ്പ് ഞാൻ വെക്കാം, പേരിന് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ
എൻ്റെ ഇടതുകാല് വെച്ചിട്ട് ഞാൻ ആ സ്റ്റെപ്പ് ഞാൻ മുമ്പോട്ട് വെച്ചു. അങ്ങനെ കാ സ്റ്റെപ്പോളം ഞാൻ മുമ്പോട്ട് വെച്ചിട്ട് അവര് പറയുന്നത് എനിക്ക് ഭയങ്കര മുഴക്കത്തിലാണ് കേൾക്കുന്നത്. കറക്റ്റായിട്ട് വേരിയൻസ് ഒന്നും വ്യക്തതയോടുകൂടിയല്ല കേൾക്കുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്, അടുത്തൊരു സ്റ്റെപ്പ് എനിക്ക് വെക്കാൻ പറ്റില്ല, കുഴപ്പമില്ല. പുറകോട്ട് ഒരല്പം അതേ രീതിയിൽ ഒന്ന് വലതോട്ട് ഇടത് കൈ വെച്ച് ബെഡെ പിടിച്ചുകൊണ്ട് ഞാൻ ഇരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ടയേർഡ് ആവുക, എനിക്കിനി വിശ്രമിക്കണം എന്ന് പറഞ്ഞു. കാരണം ഞാൻ ടോട്ടലി ടയേർഡാണ്. അങ്ങനെ ഞാൻ അവിടോട്ട് കിടന്നു. വാട്സപ്പ് കോൾ കട്ടാവോ, അവർ കട്ട് ചെയ്യുകയോ എന്തോ ചെയ്തു. ഞാൻ ആ കിടപ്പിൽ അങ്ങ് ഉറങ്ങി. ഒരു 3-3.5-4 മണിക്കൂർ കഴിഞ്ഞിട്ട് എനിക്ക് മൂത്രം ഒഴിക്കാൻ എണ്ണിക്കുക. അപ്പൊ എനിക്ക് മൂത്രം ഒഴിക്കാൻ ഭയങ്കരമായിട്ട് മുട്ടുകയുണ്ടായി. ഒന്നുകിൽ ഞാൻ നേഴ്സസിനെ വിളിക്കണം, സിസ്റ്റേഴ്സിനെ വിളിച്ചെങ്കിൽ അവര് വെച്ച് തരും, അപ്പൊ അങ്ങോട്ട് മൂത്രം ഒഴിക്കുക, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് അങ്ങ് പോവുക ചെയ്യുന്നത്. എന്നാൽ ആ സമയത്ത് എനിക്ക് എണ്ണിക്കാനുള്ള ഒരു ശക്തമായ ഒരു ഉള്ളിൽ നിന്ന് ഇതുണ്ടായിട്ട് ഞാൻ എണ്ണീച്ച് ഞാൻ ഇടതുകാലം വെച്ചു, മെല്ലെ വലതുകാലും വെച്ചു. അങ്ങനെ ഞാൻ ഏകദേശം ഒരു 50 മീറ്റർ അല്ലെങ്കിൽ ഒരു 75 മീറ്റർ മുമ്പിലുള്ള കോമൺ ബാത്റൂമിൽ ഞാൻ പോയി മെല്ലെ 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 വളരെ സോഫ്റ്റ് ആയിട്ടാണ് പോകുന്നത്. കാരണം ഒന്നുകിൽ വീഴാം, കാരണം ചലനശേഷി ഇല്ലാതെ ഇരിക്കുന്നത്, 4 ദിവസമായിട്ട് മരണപ്പെട്ട അവസ്ഥയാണ്, അല്ലെങ്കിൽ ടോട്ടലി ഈ വലതുവശം മൊത്തം തളർന്ന അവസ്ഥയാണ്. എന്നാൽ കാരണവാനായ ദൈവം ആ 3 ദിവസം എന്നെ ശരിക്കും എൻ്റെ ഓർഗൻസിനെ റീഓർഗനൈസ് ചെയ്യുമായിരുന്നു. ഹല്ലേലൂയ. ഞാൻ ഒരു പ്രയാസവും കൂടാതെ ഞാൻ പോയി ഒന്നും ചെയ്യാതെ ഞാൻ തിരിച്ചു വന്നു, കട്ടിലയിലിരുന്നു. അപ്പം തൊട്ട് അടുത്ത് തന്നെയാണ് നഴ്സിംഗ് സ്റ്റേഷൻ, ആ റൂമിൽ തന്നെയാണ് ഉള്ളത്. നഴ്സസും 3-4 ഡോക്ടേഴ്സ് എല്ലാം ഉണ്ട്. അപ്പൊ 2 നഴ്സസ് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ എണ്ണീറ്റ് മൂത്രം ഒഴിച്ചിട്ട് വന്നേ, നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു, ഞാൻ കണ്ടു, എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ കണ്ടായിരുന്നല്ലോ രാവിലെ പ്രയർ നടന്നത്, എല്ലാം നിങ്ങൾ കണ്ടയാണല്ലോ, എനിക്ക് കോള് വന്നത് നിങ്ങൾ കണ്ടയാണല്ലോ, എല്ലാം കണ്ടോണ്ടിരിക്കുമായിരുന്നു, ഫുൾ റെക്കോർഡഡ് ആണ്. എന്നാൽ എൻ്റെ ദൈവം എന്നെ ഹീൽ ചെയ്തു. ഞാൻ നടക്കുന്ന കൃപയിലോട്ട് അവരെന്നെ കൊണ്ടുവന്നു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ എൻ്റെ കൈകാലുകൾക്ക് ചലനശേഷി കിട്ടി. ഞാൻ അവരെന്നെ ട്രീറ്റ്മെന്റിലോട്ട് പിന്നെ മുമ്പോട്ട് പോവാണ്. എന്നാൽ ട്രീറ്റ്മെന്റ് ഒരു വിപരീത അവസ്ഥയിലോട്ട് ICU കിടന്ന സമയത്ത് എനിക്ക് കോവിഡ് ഉണ്ടായി. അങ്ങനെ കോവിഡിന് അപ്പൊ എന്നെ കോവിഡ് വാർഡിലോട്ട് മാറ്റുകയുണ്ടായി. എന്നാൽ എനിക്ക് വന്ന കോവിഡിന്റെ വേരിയന്റ് എന്ന് പറഞ്ഞാൽ കഴിക്കുന്നതെല്ലാം വോമിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ലൂസ് മോഷൻ ഉണ്ടാവും. അങ്ങനെ ഞാൻ ഏകദേശം 15 ദിവസത്തോടു കൂടി 64 കിലോയിൽ നിന്ന് 31 കിലോയിലോട്ട് ഞാൻ കുറയും. ഏകദേശം 33-34 കിലോ എനിക്ക് ലോസ് ഉണ്ടാവും. ഇങ്ങനെ പേരിന് എല്ലും തോലും എന്നൊരവസ്ഥയിലോട്ട്, എനിക്ക് ഒന്നിനും ആരോഗ്യമില്ല, നിൽക്കാൻ പറ്റത്തില്ല, എനിക്ക് ഡ്രിപ്പ് മാത്രമാണ്, കഴിക്കുന്ന ആഹാരം എല്ലാം വൊമിറ്റ് ചെയ്യുന്നു. അപ്പൊ ഞാൻ പറയും, ഇത് കോവിഡിന്റെ ഇതാ, കുറച്ച് കഴിയുമ്പോൾ അത് മാറിക്കോളും എന്നുള്ള രീതിയിൽ അങ്ങനെ എന്നെ ഡിസ്ചാർജ് ചെയ്തു. അപ്പോഴത്തേക്കിന് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ കസിൻ സിസ്റ്റർ റൂമിൽ വന്നു. അപ്പൊ എന്നോട് ചോദിച്ചു, ഞങ്ങൾക്കിത് ഇനിയും നിന്റെ വീട്ടിൽ അറിയിക്കാതിരിക്കാൻ പറ്റത്തില്ല, എന്തെങ്കിലും ഇവിടെ വെച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ആലോചിച്ചിട്ട് എൻ്റെ വീട്ടിൽ അറിയിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു, നിന്റെ വീട്ടിൽ അറിയിച്ചിട്ടുണ്ട്. അപ്പം അവർ നേരത്തെ എൻ്റെ ബ്രദറിനോടും എൻ്റെ സിസ്റ്ററിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പറയുന്നത് സൂക്ഷിച്ച് വർത്താനം പറയണം. അപ്പം എൻ്റെ അടുക്കല് എൻ്റെ ബ്രദർ എന്നോട് വിളിച്ചു ചോദിച്ച സമയത്ത്, നിനക്ക് എന്തോ ആഗ്രഹം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ മമ്മിയെ എൻ്റെ കുഞ്ഞിനെയും കാണണം, വേറെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. കാരണം എനിക്ക് ഈ ഒരു സംഭവം നടന്നുകൊണ്ട് എനിക്ക് പേടിയായിപ്പോ, ഒരുപക്ഷെ ഞാൻ ഇവിടെ വെച്ച് തീരും, എനിക്ക് എൻ്റെ മമ്മിയോ സഹോദരങ്ങളോ ആരെയും കാണാൻ പറ്റത്തില്ല, എനിക്ക് ഇന്ത്യയിലോട്ട് വരാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരു പേടിയായപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു, എനിക്ക് എൻ്റെ മമ്മിയെയും എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണണം, വേറെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല.
അങ്ങനെ ഏട്ടനോട് പറഞ്ഞു, ഞാൻ മമ്മിയെ കണക്ട് ചെയ്യാം, പക്ഷെ നീ മിണ്ടരുത്, നീ കാണിക്കത്തേ ഉള്ളൂ. അങ്ങനെ ഏട്ടന് എനിക്ക് വാട്സപ്പ് കോഡ് വന്നു. എൻ്റെ മമ്മിയെ കാണിച്ചു. എൻ്റെ ചേച്ചിയുടെ കൂടാണ്, കായംകുളത്ത് എൻ്റെ ചേച്ചിയുടെ എൻ്റെ മോള് കുഞ്ഞിനെ എന്നെ കാണിച്ചു, വർത്താനം പറഞ്ഞു. അപ്പോഴത്തേക്കിന് എൻ്റെ ഏട്ടനും എൻ്റെ ചേച്ചിമാരെല്ലാവരും കൂടെ ആലോചിച്ചു. അപ്പം പെട്ടെന്ന് എൻ്റെ US ചേച്ചി, US സിറ്റിസൺ, അവർക്കപ്പം യൂറോപ്പിലോട്ട് വരുന്നതിൽ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, ഓണാരെ വിസ കിട്ടും. അപ്പൊ അവര് എൻ്റെ കസിനുമായിട്ടൊക്കെ വർത്താനം പറഞ്ഞു, കുഴപ്പമില്ല, ഞങ്ങൾ ഇവിടെ നോക്കിക്കോളാം, ഞങ്ങൾ ഇന്ത്യയിലോട്ട് എത്തിച്ചോളാം. എന്നാൽ അപ്പോഴും ഞാൻ വീട്ടിൽ വന്നെങ്കിൽ എൻ്റെ ലൂസ് മോഷൻ ഒന്നും മാറിയിട്ടില്ല, ഒരു ഇതും മാറിയിട്ടില്ല. അങ്ങനെ ഞാൻ ഇന്ത്യയിലേക്ക് പോകാൻ വേണ്ടിയുള്ള ടിക്കറ്റ് എടുത്തു. 2 തവണ ഇതിനു മുമ്പ് ഞാൻ ടിക്കറ്റ് എടുത്തായിരുന്നു. ന്യൂമോണിയ വന്നപ്പോൾ എനിക്കത് എക്സ്റ്റൻഷൻ ചെയ്യേണ്ട വന്നു. അതിനുശേഷം ഇങ്ങനൊരു അവസ്ഥ വന്നപ്പോഴും ഓപ്പൺ കണ്ടീഷനിൽ വെച്ചിരിക്കുക, എപ്പം ശരിയാവുന്നു അന്ന് കയറാൻ വേണ്ടി. അപ്പൊ ഏതായാലും രണ്ടും തീരുമാനിച്ചുകൊണ്ട് ഞാൻ അനേകം കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള എല്ലാ ദൈവദാസന്മാരെയും വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇപ്പം ദൈവാലോചന, അപ്പം പറഞ്ഞു, ധൈര്യമായിട്ട് അവിടുന്ന് കയറിക്കോ, ദൈവം കൂടെ ഉണ്ട്, ഒരനർത്ഥങ്ങളും സംഭവിക്കത്തില്ല. അപ്പൊ ആ ഒരു ഉറപ്പില് ഞാൻ അവിടുന്ന് ഫ്ലൈ ചെയ്യാൻ തീരുമാനിച്ചു, ഞാനും കസിൻസ് സിസ്റ്ററും കൂടെ. അങ്ങനെ ഞങ്ങള് ജർമ്മൻ എയർപോർട്ടിൽ, ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിൽ അങ്ങോട്ട് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് എന്നെ ചികിത്സിച്ച അവിടുത്തെ ഡോക്ടർ എന്നെ വിളിച്ചു. വേറെ അറിയോ? ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഇന്ത്യയിലേക്ക് പോകുന്ന ഫ്ലൈറ്റിലാണ്, എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് 45 ദിവസത്തേക്ക് നീ ഹോസ്പിറ്റൽ ഇൻ ആൻഡ് അറൌണ്ട് 5 കിലോമീറ്റർ നിനക്ക് ഞാൻ പെർമിഷൻ ചെയ്തിട്ടുള്ളൂ, നിനക്കറിയാവുന്ന കാര്യമാണ്, എന്തും സംഭവിക്കും. 45 ദിവസത്തിന് ശേഷം നിനക്കൊരു ആരോഗ്യം മെച്ചപ്പെടും, അപ്പൊ നിനക്ക് ഇന്ത്യയിലേക്ക് പോകാമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ മമ്മിക്കൊന്നും അറിയത്തില്ല, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആർക്കും അറിയത്തില്ല, പക്ഷെ എനിക്ക് അവരെ കാണണം, എൻ്റെ മമ്മി പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് കാണണം. അവർക്ക് 81 ഏജോളം ഉണ്ട്. അപ്പൊ അതിന് മുമ്പായിട്ട് എനിക്ക് എൻ്റെ മമ്മിയെ പോയി കാണണം. അപ്പൊ എനിക്കൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവം അത്ഭുതം പ്രവർത്തിച്ചാണ് എന്നെ ഉയർപ്പിച്ചത്, ഞാൻ പ്രാർത്ഥിക്കാം, അവിടെ വന്നതിന് ശേഷം എനിക്ക് എല്ലാ അപ്ഡേഷനും തരണം. അങ്ങനെ ഞാൻ ഫ്ലൈ ചെയ്യാം ഫ്ലൈറ്റിലാണ്. എനിക്ക് അതിന് മുമ്പ് വേറൊരു പ്രശ്നമുണ്ട്, ബാത്റൂമിലോട്ട് എനിക്ക് ഒരു കൺട്രോളും ഇല്ല. കോവിഡിന് ശേഷം അങ്ങനെ ഒരു പ്രോബ്ലത്തിലോട്ട് ഞാൻ പോയി. അതായത് ബാത്റൂമിലോട്ട് പോകാൻ സെൻസേഷൻ ആയി കഴിഞ്ഞാൽ 15 സെക്കൻഡിനുള്ളിൽ ഞാൻ ബാത്റൂമിൽ പോയില്ലെങ്കിൽ അത് മൊത്തം ലൂസ് മോഷൻ ആയിട്ട് പോകും, കൺട്രോൾ ഇല്ലാത്ത ലൂസ് മോഷൻ. അപ്പൊ എന്നാൽ ഫ്ലൈ ചെയ്ത് ഏകദേശം 8 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മുംബൈ എയർപോർട്ട് 8-8 10 മണിക്കൂർ ഏകദേശം അടുത്ത് എന്ന് വെച്ചു, ഇത്രയും ഫ്ലൈ ചെയ്താണ് മുംബൈ എയർപോർട്ട്. എന്നാൽ മുംബൈ എയർപോർട്ട് വരുന്ന ഒരു നിമിഷം പോലും എനിക്ക് ബാത്റൂമിൽ പോകാനുള്ള യാതൊരു സിംറ്റംസോ ഒരു പ്രശ്നങ്ങളോ ഉണ്ടാവാതെ ദൈവം ഭയങ്കര പരിപാലനയോടുകൂടി മുംബൈ എയർപോർട്ടിൽ ഇറങ്ങി ലാൻഡ് ചെയ്ത് എമിഗ്രേഷൻ കഴിയുമ്പോഴാണ് എനിക്കൊന്ന് ബാത്റൂമിൽ പോകാനുള്ള ഒരു ഇത് വന്നത്. അതുവരെ എനിക്ക് നടക്കാനൊന്നും പറ്റത്തില്ല. ഞാനൊരു 50 മീറ്റർ നടന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇരിക്കും അണച്ചിട്ട്. ആ പ്രയാസം എല്ലാം സഹിച്ച് എൻ്റെ കസിൻ സിസ്റ്റർ എന്നെ നാട്ടിലെത്തിച്ചു. അവിടുന്ന് എന്നെ സിസ്റ്ററിന്റെ വീട്ടിൽ കൊണ്ടുവന്നു. അപ്പൊ എൻ്റെ സിസ്റ്ററിന്റെ വീട്ടിലുണ്ട് എൻ്റെ അമ്മ, എൻ്റെ മോള്. ഒരു വർഷങ്ങൾക്ക് ശേഷം എന്നെ കാണും. എൻ്റെ കുഞ്ഞ് ഒരു 4-5 വർഷത്തിന് ശേഷമാണ് എന്നെ കാണുന്നത്. അപ്പൊ അവൾക്ക് എൻ്റെ രൂപം പോലും വ്യക്തതയോടെ അറിയത്തില്ല. അവള് പെട്ടെന്ന് എന്നെ കണ്ട സന്തോഷത്തിൽ എൻ്റെ മടിയിലോട്ട് 2 ചാട്ടം ചാടി. അപ്പോഴത്തേക്കൂടി എൻ്റെ ഈ ഭയങ്കര വയറുവേദന എനിക്ക്. അവൾ ചാടിയതിൻ്റെ അപ്പോഴത്തേക്ക് എൻ്റെ ഈ വയറിന് പിന്നെയും അസ്വസ്ഥയായി. അങ്ങനെ ഞാൻ ഒരു തരത്തിൽ അവിടെ ഇരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ സഹോദരങ്ങൾ എന്നെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ കോഴഞ്ചേരിയിലെ ഒരു നല്ല സ്വകാര്യ ആശുപത്രിയിൽ എന്നെ കൊണ്ടുപോയി. അവിടെ ചെന്ന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. ചെന്ന ദിവസം തന്നെ എന്നെ എൻഡോസ്കോപ്പി ചെയ്തു. എൻഡോസ്കോപ്പിയിൽ വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ല. ഇന്റേണൽ ഓർഗൻസും വലിയ പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ കൊളോണോസ്കോപ്പി ചെയ്തപ്പോൾ എനിക്ക് അൾസറിന്റെ ബ്ലിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു എൻ്റെ വൻകുടലിൽ. അപ്പൊ കൊറോണ വൈറസ് അതിനെ നന്നായിട്ട് കയറി നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ എനിക്ക് ചെറിയ ചെറിയ ബ്ലിസ്റ്റേഴ്സ് മാറി അത് വ്രണങ്ങളായിട്ട് രൂപാന്തരപ്പെട്ടു. ഇൻക്യൂറബിൾ ഗുണങ്ങളായിട്ടാണ് രൂപാന്തരപ്പെട്ടത്. അപ്പൊ അവര് ഫസ്റ്റ് കൊളോണോസ്കോപ്പി കഴിഞ്ഞ് അതിന്റെ സാമ്പിൾസ് ബയോപ്സിക്ക് വിട്ടു. ബയോപ്സിക്ക് വിട്ട സമയത്ത് ആ ഹോസ്പിറ്റൽ അവരെ വിട്ടു. കൂടാതെ വേറൊരു സ്വകാര്യ ലാബിലൂടെ ഇപ്പൊ 3 കൂടെ റിപ്പോർട്ട് വന്നു. അപ്പം ഏകദേശം
ഒരു വൻകുടലിലുണ്ടായ ബ്ലിസ്റ്റേഴ്സ് വ്രണങ്ങളായതുകൊണ്ട് അത് ക്യൂർ ചെയ്ത് എടുക്കാൻ പ്രയാസമാണ്. അപ്പം ഓൾമോസ്റ്റ് ഒരു 4-5 മാസം കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു ക്യാൻസർ ആയിട്ടൊക്കെ ഡെവലപ്പ് ആവും. അപ്പം ഇപ്പൊ ഡോക്ടേഴ്സ് വന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, അപ്പൊ എന്താ ചെയ്യുക? അപ്പൊ ഞങ്ങൾ ചോദിച്ചു എന്താ ചെയ്യുക? ഒരു കാര്യമേ ഉള്ളൂ, വൻകുടൽ ഓപ്പറേഷൻ ചെയ്ത് മാറ്റേണ്ടി വരും. അപ്പം എനിക്കത് ഒട്ടും തന്നെ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിനുശേഷം ഞാൻ എന്നോട് ചോദിച്ചു എന്താണ് അതിനുശേഷം അവിടെ ഒരു പൗച്ച് എടുത്ത് ബോഡിക്ക് പുറത്തുണ്ടാകും. അപ്പൊ അവിടെ ആയിരിക്കും നിങ്ങളുടെ വിസർജ്യ വസ്തുക്കളെല്ലാം അവിടെ വന്നടി. അത് 2 തരത്തിലുള്ള പൗച്ച് ഉണ്ട്. ഒന്നാണെങ്കിൽ നിറയുന്ന അനുസരിച്ച് നമുക്ക് കഴുകി വീണ്ടും ഇടാം. രണ്ടാമത്തേത് നോൺ റീയൂസബിൾ ആയിട്ടുള്ളത്, അത് വരും, അഴുക്ക് വേസ്റ്റ് കൊണ്ട് കളയുക, അടുത്തത് പൗച്ച് ഫിറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം നമ്മൾ ഒരു വ്യക്തിയുടെ അടുക്ക വന്ന് വർത്താനം പറയുന്ന അവസരത്തിൽ അവരപ്പം ഒരു 3 മിനിറ്റ് ഒക്കെ അവർ നമ്മളെ സഹിക്കും. ഈ മണമൊക്കെ വരും. ഒരു 4-5 മിനിറ്റ് കഴിയുമ്പോൾ എത്ര അടുത്തവരാണേലും എത്ര പരിചയമുള്ളവരായാലും എത്ര ആത്മീയ മിത്രമാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്ന് എണ്ണീറ്റ് പോയെങ്കിൽ നല്ലതായിരുന്നല്ലോ. എനിക്കപ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം ഈ സമയങ്ങളിലെല്ലാം എൻ്റെ ആത്മീയമായിട്ടുള്ള അനേകർ എനിക്ക് വേണ്ടി രാത്രി കാലങ്ങളിൽ 3-4 മണിക്കൂറുകൾ അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും എല്ലാമായിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് പല ഫേസസിലൂടെ പോകുമ്പോഴെല്ലാം ദൈവത്തിന്റെ വലിയ കരമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ കോളേജിലെ ട്രീറ്റ്മെന്റിൽ എനിക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ സംഭവിച്ചില്ല. ഞാൻ ഏത് മെഡിസിൻ യൂറോപ്പിൽ യൂസ് ചെയ്തോ അതേ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുന്നു. ചിലതിന് ഡോസ് ഒരല്പം കൂടും, ചിലതിന് ഡോസ് അല്പം കുറയും. അപ്പോഴും HBയുടെ കൗണ്ടിന് വലിയ വ്യത്യാസമൊന്നുമില്ല. കോഴഞ്ചേരി വന്നപ്പോഴത്തേക്കും അത് ഒന്നുകൂടെ കുറഞ്ഞു, 4.8 ഒക്കെ ആയി. പിന്നെയും എനിക്ക് ബ്ലഡ് ട്രാൻസ്മിഷൻസ് നടക്കുന്നു. അയണിന്റെ അയൺ ബോട്ടിൽ എനിക്ക് ഒന്നും കുറയാതെ 7 ബോട്ടിലോളം ഇട്ടു. എന്നിട്ടെങ്ങും ഈ ബോഡിയിലോട്ട് രക്തം ഉണ്ടാവുന്നില്ല, രക്തം ഡെവലപ്പ് ആവുന്നില്ല. അങ്ങനെ ഏതായാലും ഓപ്പറേഷന് വേണ്ടി ഉള്ള ഒരു ഇതായിട്ട് അപ്പം അവിടുത്തെ ഡോക്ടേഴ്സ് വന്ന് എന്നെയൊക്കെ വളരെ പോസിറ്റീവായിട്ട് വർത്താനം പറയും. എന്നാൽ ഡോക്ടർ ടെർമിനോളജിയും കൂടെ വെക്കും. അപ്പോഴത്തേക്കിന് നല്ല രീതിയിൽ കേട്ടിട്ട് പിന്നെ ഒരു ടെർമിനോളജിയും കൂടെ ആകുമ്പോഴത്തേക്കും അവരുടെ ടേംസ് ആകുമ്പോൾ നമ്മളെ ഒരു ഓപ്പറേഷന്റെ മോഡിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പം എനിക്കത് ആക്സെപ്റ്റ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഡോക്ടേഴ്സിനോട് ചോദിച്ചു എന്താണെന്നുള്ളത്. അപ്പം ഞങ്ങൾ പറഞ്ഞു CMC വെല്ലൂരിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ് അടുത്തുള്ള ഒരു ഓപ്ഷൻ. പിന്നെ ഡോക്ടർ മാത്യു ഫിലിപ്പ് എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട് എറണാകുളത്ത്, ഏതൊരു ഹോസ്പിറ്റലാണെന്നറിയാം. ഈ 2 ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ വെല്ലൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റും. കാരണം കേരളത്തിലല്ല, എൻ്റെ ചേച്ചി മാത്രമേ ഉള്ളൂ അങ്ങോട്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അങ്ങനെ നമ്മൾ ഡോക്ടർ മാത്യു ഫിലിപ്പിനെ പറ്റി നെറ്റ് സെർച്ച് ചെയ്തു. അങ്ങനെ സെർച്ച് ചെയ്ത് ഡോക്ടറുടെ നമ്പർ എല്ലാം വന്നു. അപ്പം എൻ്റെ ഒരു കസിൻ, എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിനെ എൻ്റെ കസിൻ സിസ്റ്ററിന്റെ ഹസ്ബൻഡുമായിട്ട് വർത്താനം പറഞ്ഞു. ഇപ്പൊ ഡോക്ടർ വരും. അപ്പം എൻ്റെ സഹോദരങ്ങളുമായിട്ട് അമ്മാമ്മ, എൻ്റെ മമ്മിയെ കയറി അമ്മാമ്മ എന്നാണ് വിളിക്കുന്നത്. അപ്പം അച്ഛനോട് പറഞ്ഞു അമ്മാമ്മ അത് പേടിക്കേണ്ട കാര്യമില്ല, ഡോക്ടറും ഞാനും അളിയനാണ്, എൻ്റെ അളിയനായിട്ടാണ് ഡോക്ടർ വരുന്നത്. അപ്പം പിന്നെ എൻ്റെ ഫാമിലി ഡോക്ടേഴ്സ്, എൻ്റെ ചേട്ടൻ്റെ മക്കളെ പഠിപ്പിച്ച ഡോക്ടേഴ്സിന്റെ പ്രൊഫസേഴ്സ്, അവരെല്ലാവരും കൂടെ ഈ കാര്യമെല്ലാം ഡിസ്കസ് ചെയ്തിട്ട് ഡോക്ടറുമായിട്ടൊരു സൂം മീറ്റിംഗ് വെച്ചു. അപ്പൊ എനിക്ക് യൂറോപ്പിൽ വെച്ച് എന്നെ ട്രീറ്റ്മെന്റ് ചെയ്ത ഫയൽസ് എല്ലാം ഡോക്ടറിന് അയച്ചു കൊടുത്തു. കാരണം വേറെ ലാംഗ്വേജ് ആണ്. അപ്പൊ അവർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അയച്ചു കൊടുത്തത്. അപ്പൊ ഡോക്ടർ അതെല്ലാം കണ്ടു, അവരോട് ഡോക്ടറുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു, കൂടാതെ കോഴഞ്ചേരിയിലെ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ ഡോക്ടർ അവരോട് പറഞ്ഞു ഏതായാലും ഞാൻ ഇതൊന്ന് പഠിക്കട്ടെ, എനിക്കൊരു 3 ദിവസത്തെ സമയം തരണം, അപ്പൊ 3 ദിവസം കഴിഞ്ഞ് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഇതൊന്നും ഞാൻ അറിയുന്നില്ല, ഇതെല്ലാം ബാക്ക് എൻഡിൽ എൻ്റെ സഹോദരങ്ങളും എൻ്റെ കസിൻസും അവരെല്ലാം കൂടെ നടക്കുന്നതാണ്. എന്നാൽ ഒരു ഫുൾ ടൈം എനിക്കൊരു പ്രയർ സപ്പോർട്ടായിട്ട് കേരളത്തിലെയും കേരളത്തിലെ വളരെ പ്രഗത്ഭരായിട്ടുള്ള അനേകം ദൈവദാസന്മാർ, എനിക്ക് പേര് പറയാനാണെങ്കിൽ ഞാൻ പറയുന്നില്ല, കാരണം ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അറിയാതെ പോലും അവർ കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്കൊരു വിഷമം ഉണ്ടാകില്ല. അനേകം ദൈവദാസന്മാർ, ദൈവമക്കൾ, എൻ്റെ പ്രയർ മേറ്റ്സ്, എൻ്റെ ഗ്രൂപ്പിലുള്ളവർ എല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം 3 ദിവസം കഴിഞ്ഞ് ഇവര് ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഏതായാലും ഞാൻ നോക്കി, എനിക്ക് അവനെ ഒന്ന് കാണണം, അവനെ ഒന്ന് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്താ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ സിസ്റ്റർ
മമ്മിയുണ്ട്. അപ്പം എനിക്ക് തിരിച്ച് എറണാകുളത്ത് ഡോക്ടറെ കാണാൻ വേണ്ടി ഡോക്ടറുടെ അപ്പോയിൻമെന്റ് എടുത്തു. അങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യും. അപ്പം ഞാൻ എൻ്റെ മമ്മിയോട് പറഞ്ഞു, എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എനിക്കാണെങ്കിൽ എറണാകുളത്തെ ടിനു പാസ്റ്ററിന്റെ ചർച്ചിൽ പോയി എനിക്കൊന്ന് ഒരു ആരാധനയെ കൂടണം. ഞാനപ്പം ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മമ്മി എൻ്റെ എറണാകുളത്തെ എൻ്റെ കസിൻസ് എൻ്റെ വീട്ടിൽ വന്നു. കായംകുളത്തെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് എന്നെ അവർ നേരത്തെ കൊണ്ടുപോയി ടിനു പാസ്റ്ററിന്റെ ചർച്ചിൽ അവരുടെ ആരാധനയിൽ. അവിടുത്തെ ഒരു വലിയൊരു കാര്യം, അവിടെ നിന്ന് 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ 3-ാം ദിവസം ലാസ്റ്റ് ഡേ. അപ്പം എല്ലാ സെക്ഷൻസിലും എനിക്ക് വേണ്ടി അവർ പ്രത്യേകമായിട്ട് സമയമെടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ആരാധന കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി മുമ്പിട്ട്. അപ്പൊ ശരിക്കും ഞാൻ എല്ലും തോലുക. എനിക്ക് നേരെ നിൽക്കാൻ പോലും പറ്റത്തില്ല. ഫാനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്നെ പുതപ്പിച്ചോണ്ടാണ് 3-4 സ്വെറ്റേഴ്സ്, അതുപോണൊക്കെ ഒരു വീക്കായിട്ടിരിക്കുന്ന സിറ്റുവേഷൻ, ഇങ്ങനെ ശരിക്കും പെൻസിൽ പോണൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ പാസ്റ്ററുടെ അടുക്കോട്ട് വന്നപ്പം പാസ്റ്ററുടെ ഒക്കെ എല്ലാ കാര്യങ്ങളും എൻ്റെ കസിൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ട്രീറ്റ്മെന്റ് എന്താണ്, ഓപ്പറേഷന് വേണ്ടി തയ്യാറെടുത്തോണ്ടാണ് വരുന്നത് എല്ലാം. അപ്പം ക്രിസ്റ്റി പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത്, അനീഷ, ഞാൻ ഒരു വലിയൊരു ദർശനമാണ് ദൈവം എന്നെ കാണിക്കുന്നത്. നീ ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ ചെയ്യുന്ന ഡ്രസ്സിൽ കിടക്കുക, ചുറ്റും എല്ലാവരും ഉണ്ട്, ഡോക്ടേഴ്സ് നിന്റെ ഓപ്പറേഷൻ അസിസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ഡോക്ടറിന് ദൈവം കത്തിയെടുക്കാൻ പറ്റുന്നില്ല. നീ ധൈര്യമായിട്ട് പോയിക്കോ, ഒരു സഭ മൊത്തം നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഒരു ഓപ്പറേഷൻ നിനക്ക് ഉണ്ടാകത്തില്ല, നീ ധൈര്യമായിട്ട് പോ, എല്ലാവരും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ അതിന്റെ പിറ്റേ ദിവസം രാവിലെ എൻ്റെ സിസ്റ്റർ കായംകുളത്തു നിന്ന് വന്നു. സിസ്റ്റർ എൻ്റെ കസിനും കൂടെ, ഡോക്ടറിന്റെ അളിയനുമായിട്ടിരുന്ന എൻ്റെ അച്ചാച്ചനും കൂടെ വന്നു. ഞങ്ങൾ ഇവിടുന്ന് എറണാകുളത്തെ കസിന്റെ വീട്ടിൽ നിന്ന് ഡോക്ടറെ അടുത്തോട്ട് ഞങ്ങൾ മൂവ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടെ വെച്ച് മീറ്റ് ചെയ്തു. ഡോക്ടറിന്റെ വീട്ടിൽ ഞങ്ങൾ വന്നിരുന്നു. ഡോക്ടർ വളരെ സന്തോഷപൂർവ്വം ഞങ്ങളെ സ്വീകരിച്ചു. ഡോക്ടറിന്റെ കൺസൾട്ടിങ് റൂമിലോട്ട് ഞങ്ങൾ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഡോക്ടറോടും തന്നെ എനിക്ക് ലിസിഗോസ് ബ്ലഡ് അഡ്മിഷനുള്ള നോട്ട് ചെയ്തു. എന്നിട്ട് ഉടൻ തന്നെ ഡോക്ടറിന്റെ വൈഫ്, അതായത് എൻ്റെ കസിന്റെ സിസ്റ്റർ, അപ്പം ചേച്ചിയാണെങ്കിൽ അവരും ഡോക്ടർ തന്നെയാണ്. അപ്പം പെട്ടെന്ന് തന്നെ ഡോക്ടർ ഇതുകൊണ്ടൊക്കെ ചീട്ട് കൊടുത്തിട്ടുണ്ട്, ഇന്ന് തന്നെ അഡ്മിഷന് വേണ്ടി എടുത്തോളാം. അങ്ങനെ ഞങ്ങൾ ലിസി ഹോസ്പിറ്റൽ അഡ്മിഷനായി. അപ്പോഴും എൻ്റെ ലൂസ് മോഷനൊന്നും ഒരു മാറ്റവും ഇല്ല. ദിവസം 12 തവണ അല്ല 16 തവണ ഇങ്ങനെ പോകും, കഴിക്കും പോകും, അതേ രീതിയിൽ ഇങ്ങനെ പോകുന്നു. എന്നാൽ ലിസി ഹോസ്പിറ്റലിൽ ചെന്ന സമയം മുതൽ പെട്ടെന്ന് എനിക്കൊരു ആരോഗ്യം മെല്ലെ മെല്ലെ കയറി വരും. ഞാൻ കഴിക്കുന്ന ഫുഡുകൾ എൻ്റെ ശരീരത്തിൽ മെല്ലെ പിടിച്ചു തുടങ്ങി. ഏകദേശം 16 ദിവസം കിടക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് 3 ദിവസമൊക്കെ കൂടുമ്പോൾ എനിക്ക് എൻഡോസ്കോപ്പിൽ പ്രയാസമൊന്നുമില്ല, അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, വ്രണങ്ങളോ ഒന്നും തന്നെ ഇല്ല, നോർമലായിട്ട് തന്നെ നിൽക്കുന്നത്. അതുകൊണ്ട് എൻഡോസ്കോപ്പി മാറ്റിയിട്ട് കൊളോണോസ്കോപ്പി മാത്രമേ. പ്രൊസീജിയറിന് വേണ്ടി തയ്യാറാവണം. എൻ്റെ പിറ്റേ ദിവസം മുതലേ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യും. അപ്പം സമയത്തിന് പോവും. എന്നാൽ ഒരു ദിവസം പെട്ടെന്ന് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, പെട്ടെന്ന് നാളെയാണ് കൊളോണോസ്കോപ്പി, പെട്ടെന്ന് തയ്യാറായി. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഞെട്ടിപ്പിന്, ഇപ്പം എന്തെങ്കിലും മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടോ, ഇനി ഓപ്പറേഷൻ വല്ലതും ആണ്. അപ്പം ഞാനും ചേച്ചിയും ഇങ്ങനെ പ്രയാസപ്പെടും. വേറെ ഒരു വലിയൊരു കാര്യം, എനിക്കപ്പോഴും ഇങ്ങനെ എല്ലും തോലുമാണ്, വലിയ ബോഡിയിൽ ബ്ലഡ് പേരിനേ ഉള്ളൂ, ഫാനൊന്നും അധികം ഇടാൻ പറ്റത്തില്ല. അഥവാ AC ആണെങ്കിൽ തന്നെ കുറച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ ഞാൻ ഫുൾ പുറച്ചാണ് കിടക്കുന്നത്. അങ്ങനെ രാവിലെ വന്ന് ഇവര് ബ്ലഡ് എടുക്കും. ബ്ലഡ് എടുക്കുന്ന സമയത്ത് പലപ്പോഴും എൻ്റെ വെയിൻസ് ഒന്നും സ്ട്രോങ് അല്ല. പലപ്പോഴും സൂചി ഇങ്ങനെ കുത്തി കഴിഞ്ഞാൽ വെയിൻസ് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന് വെയിൻസ് അങ്ങ് താഴോട്ട് പോകും, കാരണം സ്ട്രോങ് അല്ല, ബ്ലഡും ഇല്ല. അപ്പൊ പലപ്പോഴും ഈ സൂചി കുത്തിയിട്ട് സൂചി ഇങ്ങേപ്പുറത്ത് ഇറങ്ങി വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വേദന സഹിച്ചു കിടക്കുന്ന സമയത്ത് എൻ്റെ സിസ്റ്റർ ആണെങ്കിൽ അങ്ങ് വല്ലാതാവും. അവരാണെങ്കിൽ അവരുടെ സങ്കടം മൊത്തം ഉള്ളിൽ ഒതുക്കിയിട്ട്, എൻ്റെ ചേച്ചിയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ വന്ന് പിടിച്ചു കൊടുത്തിട്ട് 2-3 മിനിറ്റ് എന്നെ, ചേച്ചി ഒരു മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ തന്നെയാണ്. അപ്പൊ ചേച്ചിയാണെങ്കിൽ അതനുസരിച്ച് പിടിച്ചു കൊടുത്തിട്ട് പറയും, ഇവിടെ കുത്തെന്ന് പറയും. അങ്ങനെ അപ്പൊ ഞാൻ ചേച്ചിയോട് പല പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായിട്ട്, ചേച്ചി ഇവരോട് പറയല്ല, കുറച്ച് കൂടുതൽ ബ്ലഡ് എടുക്കുവാണെങ്കിൽ എടുത്തിട്ട് ഒരിക്കൽ 2-3 കുത്ത് കിട്ടത്തില്ലല്ലോ. അതൊന്നും കുഴപ്പമില്ലടാ,
വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോഴും എനിക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള വൈബ്സ് ആണ്. എപ്പോഴും പ്രാർത്ഥന, എപ്പോഴും പ്രാർത്ഥന. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്, നിന്റെ മുറിവുകൾ വെച്ച് കെട്ടുകയും അങ്ങനെയൊക്കെയുള്ള വചനങ്ങളാണ് എപ്പോഴും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിന്നെ ഞാൻ സൗഖ്യമാക്കുകയും മുറിവുകൾ വെച്ച് കെട്ടുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമായ യഹോവയാണ്, ഞാൻ സർവ്വജഡത്തിന്റെയും ദൈവമായ യഹോവ, എന്നാൽ അസാധ്യമായിട്ട് എന്തെങ്കിലും കാരണം. ഇതൊക്കെ തന്നെ എപ്പോഴും ഞാനിങ്ങനെ ഉരുവിട്ടോണ്ടിരിക്കും. സങ്കീർത്തനം 91, 121 എല്ലാം ഞാനിങ്ങനെ ഉരുവിട്ടോണ്ടിരിക്കും. മുഴുവൻ സമയം പ്രാർത്ഥന മാത്രമാണ്. എൻ്റെ ചേച്ചി പ്രാർത്ഥിക്കും, എനിക്ക് വേണ്ടി ഉള്ളവര്, എൻ്റെ ഗ്രൂപ്പിലുള്ളവർ പ്രാർത്ഥിക്കും, ദൈവദാസന്മാരെ കണക്ട് ചെയ്ത് എനിക്ക് പ്രാർത്ഥന കിട്ടും. അങ്ങനെ ഫുൾ പ്രാർത്ഥന. ഇങ്ങനെ ഭയങ്കര പോസിറ്റീവ് വൈബിലോട്ട് വന്നുകൊണ്ടിരിക്കും. എൻ്റെ ലൂസ് മോഷൻ നിൽക്കുന്നു, ബ്ലഡ് കൗണ്ട് മെല്ലെ മെല്ലെ കൂടുന്നു. എന്നാൽ ഈ ഒരു കൊളോണോസ്കോപ്പി ചെയ്തിട്ട് ഇപ്പം ഞങ്ങള് പേടിച്ചിരുന്നെന്ന് വെച്ചാൽ എന്തോ പ്രശ്നമുണ്ട്, അപ്പം മിക്കവാറും ഒരു ഓപ്പറേഷൻ മേസിലോട്ടായിരിക്കും പോകുന്നതെന്ന്. ഇപ്പം ഞാനും ചേച്ചിയും ഇങ്ങനെ പേടിച്ചിരുന്നു. കൊളോണോസ്കോപ്പി കഴിഞ്ഞ് അതിൻ്റെ നെക്സ്റ്റ് ഡേയിൽ ഡോക്ടർ വന്ന സമയത്ത് ഞങ്ങൾക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിന്റെ ബോഡിയിൽ നടക്കുന്ന ഈ ഒരു ചേഞ്ചസ്, നിന്റെ ബ്ലഡ് കൗണ്ട് നോർമൽ സ്റ്റേറ്റിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. 8-9 ആയിരുന്നു, 4.5 അല്ലെങ്കിൽ 5.6 നിന്നൊക്കെ മെല്ലെ 9.5 അങ്ങനെ ഒരു റേഞ്ചിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. തന്നെയല്ല, കൊളോണോസ്കോപ്പിയിൽ വ്രണങ്ങൾ പലതും ക്യൂറിങ് സ്റ്റേറ്റിലോട്ട്, അത് നോർമൽ ഒരു ക്യൂറിങ് അല്ല, ഒരു വലിയൊരു ക്യൂറിങ് ലെവലിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി. സാധാരണ ഞങ്ങൾ നോക്കുമ്പോൾ 1+1 2 അല്ലെങ്കിൽ അറിയാതെ തെറ്റുപറ്റി കഴിഞ്ഞ 1 ഓക്കെ 0 അല്ലെങ്കിൽ 3. പക്ഷെ നിന്റെ ബോഡിയിൽ ഉണ്ടാവുന്ന ഈ ഒരു ചേഞ്ചസ്, ഈ റിസൾട്ടിനൊക്കെ അങ്ങേപ്പുറത്താണ്. ഹല്ലേലൂയ, സ്തോത്രം. എനിക്കറിയായിരുന്നു ദൈവം എന്നെ അവിടെ വെച്ച് പണിയുകയായിരുന്നു. ഇതൊക്കെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. യൂറോപ്പിൽ ഞാൻ ഞാൻ മരിച്ചു, എണ്ണീറ്റ് നടന്നതിന് ശേഷം അന്ന് തന്നെ വൈകുന്നേരം എന്നെ CT സ്കാന് വേണ്ടി കൊണ്ടുപോകും. മുഴുവൻ CT സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞ് എൻ്റെ റിസൾട്ട് വന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ കാണുക, എൻ്റെ ബോഡിയിലുള്ള തലയിൽ ബ്ലഡ് ക്ലോട്ടിങ് ആകാത്ത, ഒരു വെയിൻസ് ഡാമേജ് ആയിക്കോട്ടെ, ഒന്നും തന്നെ ഒരു ഓർഗൻസിനോ ഒരു വെയിൻസിനോ ഒരു ഡാമേജും ഉണ്ടായില്ല. ഞാൻ മരിച്ചു കിടന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ അവിടെ ഓൾമോസ്റ്റ് ഡെഡായിരുന്ന സമയത്ത് എൻ്റെ കർത്താവ് അതെല്ലാം ശരിയാക്കി തരുവായിരുന്നു. ശരിക്കും ഞാൻ ആ സമയങ്ങളിലൊക്കെ കിടക്കൽ അങ്ങനെ ഡോക്ടർ പറഞ്ഞ് പോയി കഴിഞ്ഞ സമയത്ത് ഡോക്ടറോട് ഞാൻ ചോദിച്ചു, ഡോക്ടർ ഓപ്പറേഷൻ, നീ എന്തിനാ ഓപ്പറേഷൻ? എന്നോട് അന്നേ ഞാൻ പറഞ്ഞാണല്ലോ, നീ ആദ്യമേ എന്നോടൊക്കെ ചോദിച്ചത് ഡോക്ടർ ഒരു ഓപ്പറേഷൻ ഉണ്ടാകാൻ പാടില്ല എന്നായിരുന്നു നിന്റെ ആദ്യ റിക്വസ്റ്റ്. അന്ന് ഞാൻ എന്തോ എന്നോടൊക്കെ പറഞ്ഞത്, അതൊക്കെ അവിടെ നിന്നോട്ടെ, ആ ട്രീറ്റ്മെന്റ് ഒക്കെ അവിടെ നിന്നോട്ടെ, നമ്മളൊരു പുതിയ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു ഓപ്പറേഷൻ എടുക്കേണ്ട കാര്യമൊന്നും തന്നെ ഇല്ല. ഞങ്ങൾക്ക് ഇതൊന്ന് വെരിഫൈ ചെയ്യാനും ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു ഒരു കൊളോണോസ്കോപ്പിക്ക് പെട്ടെന്ന് തയ്യാറാകാൻ പറഞ്ഞത്. അങ്ങനെ ഏകദേശം 17-19 ദിവസത്തോളം ഞാൻ ലിസി ഹോസ്പിറ്റലിൽ കിടന്നു. എൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടു വന്നു. പിന്നെ 2 ആഴ്ച കൂടുമ്പം ഞാൻ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി പോകും. പിന്നെ അത് 1 മാസമായി, പിന്നെ 1.5 മാസമായി. ഈ സമയങ്ങളിലൊക്കെ എൻ്റെ വെയിറ്റ് 34 നിന്ന് മെല്ലെ 38, 40, 45 അങ്ങനെ പെട്ടെന്നൊരു ഡ്രാസ്റ്റിക് ചേഞ്ചസ് എനിക്ക് ഉണ്ടാവും. എനിക്ക് ആ സമയത്തൊക്കെ ഞാനങ്ങ് ശോഷിച്ചു പോയതുകൊണ്ട് എൻ്റെ ബോഡിയൊക്കെ വളരെ വീക്കാണ്. ആരെങ്കിലും ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എണ്ണീക്കാൻ പറ്റത്തില്ല. ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങ് വീണു പോകും. ഒരു കുഞ്ഞു പോലെ എൻ്റെ അടുക്ക നടക്കാൻ ഒന്ന് ഓടിത്തുടങ്ങുന്ന കുഞ്ഞ് എന്നെ ഒന്ന് അറിയാതെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ താഴെ പോകും. ആ ലെവലില്ല. എൻ്റെ അടുക്ക ഞാൻ ഫുൾ ടൈം കിടപ്പാ. ഇപ്പൊ എൻ്റെ US എൻ്റെ ചേച്ചി വിളിച്ചു പറഞ്ഞു, മോനെ നീ ഇങ്ങനെ കിടക്കല്ല, നീ മെല്ലെ നടക്കണം, നിന്റെ ഓർഗൻസ് ഒക്കെ നീ ഒന്ന് നടന്നെങ്കിൽ മാത്രമേ അത് ശരിയായി വരത്തുള്ളൂ, അല്ലെങ്കിൽ അതെല്ലാം ഡെഡായി പോകും. ഞാൻ പറഞ്ഞു, എനിക്ക് വാസ്തവമായിട്ടുള്ള കാര്യം. അങ്ങനെ ഞാൻ കായംകുളത്തെ ചേച്ചിയുടെ മുറ്റത്ത് മെല്ലെ 50 മീറ്റർ 100 മീറ്റർ മെല്ലെ അത് 200 കൂട്ടി. അങ്ങനെ ഗ്രാജുവലി ഓരോ ദിവസങ്ങളിലായിട്ട് ഒരു 300 മീറ്റർ ഒക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 3 മണിക്കൂറത്തേക്ക് ഞാൻ ടയേർഡായിരിക്കും, ഞാൻ കിടന്നങ്ങ് ഉറക്കമായിരിക്കും. എനിക്ക് ഫുഡെല്ലാം ആ സമയത്ത് ഒരുപാട് മെഡിസിൻ ഉണ്ട്, രാവിലെ തന്നെ ഉണ്ട്, 7-8 മെഡിസിൻസ് ഉണ്ട്. എൻ്റെ യൂറോപ്പിൽ ഏത് മെഡിസിൻ ആണോ അത് തന്നെയാണ് ഈ അവസാന നിമിഷം വരെ. ചിലത് അവർ മാറ്റി പുതിയത് ആഡ് ചെയ്തു, ചിലതിന്റെ ഡോസേജ് കൂട്ടി, ചിലതിന്റെ ഡോസേജ് കുറച്ചു. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻസ് മാത്രമേ ഉള്ളൂ. അതായത് അവിടുത്തെ ട്രീറ്റ്മെന്റിന്റെ അനാലിസിസ് കറക്റ്റ് എങ്ങനെയായിരുന്നു അതേ അനാലിസിസ് ആണ്
യൂറോപ്പിൽ വെച്ചും കോഴഞ്ചേരിയിലെ ഹോസ്പിറ്റലിൽ വെച്ചും ലിസി ഹോസ്പിറ്റലിൽ വെച്ചും എല്ലാം നടന്നത്. അനാലിസിസ് എല്ലാം കറക്റ്റ് ആയിരുന്നു, ഒരു വേരിയൻസും അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടില്ല. അങ്ങനെ അങ്ങനെ മെല്ലെ ഞാൻ 1/2 കിലോമീറ്റർ നടന്നു, അങ്ങനെ 1 കിലോമീറ്റർ ആയി, 1.5 കിലോമീറ്റർ നടന്നു. അങ്ങനെ എൻ്റെ മസിൽസ് ഒക്കെ ഒന്ന് കുറച്ച് ഡെവലപ്പായി. എന്ന് വെച്ചാൽ ഇരുന്ന് കഴിഞ്ഞാൽ എണ്ണീക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രയാസമാണ്, കാരണം ഞാനങ്ങ് വീണു. മസിൽ സ്ട്രെങ്ത് ഒന്നുമില്ല, കൈകാലുകളുടെ മസിൽസ് ഒന്നും സ്ട്രെങ്ത്, കാരണം ശോഷിച്ച മസിൽസ് ഡെവലപ്പായി വരണം. അങ്ങനെ ഏകദേശം 6 മാസം ആയപ്പോഴത്തേക്കിന് 31 കിലോയിൽ കിടന്ന് ഞാൻ 78 കിലോ ആയിട്ട് കൂടും. അപ്പം ആ സമയത്ത് എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ നീര് വെച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ അത് പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല, ഇപ്പോഴുള്ള മെഡിസിൻസിന്റെ ഇതൊക്കെയാണ്, മെഡിസിൻ കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ അതെല്ലാം ശരിയായിക്കോളൂ എന്ന് ഓർത്ത് വറി ചെയ്യേണ്ട. അങ്ങനെ ഞാൻ ഡോക്ടറോട് ചോദിച്ച് എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടിയും പ്രാർത്ഥനയോടുകൂടി ഞാൻ യൂറോപ്പിലോട്ട് പോകാൻ വേണ്ടി ഞാൻ എല്ലാ തയ്യാറെടുപ്പുമായിട്ട് വന്നു. അങ്ങനെ ഞാൻ യൂറോപ്പിലോട്ട് പോയി. അപ്പൊ ഡോക്ടർ പറഞ്ഞു, മോനേടാ നീ ഒരു കാര്യം ചെയ്ത് നീ യൂറോപ്പിൽ പോയി എല്ലാ കാര്യങ്ങളും നീ ചെയ്തിട്ട് നീ തിരിച്ചു വരണം. കാരണം 2-3 വർഷം ഈ അസുഖം വന്നു കഴിഞ്ഞാൽ 2-3 വർഷം ആ കണ്ടിന്യൂസ് ട്രീറ്റ്മെന്റ് എടുക്കണം. ഇല്ല എങ്കിൽ ഒരു പക്ഷേ എവിടെ വെച്ചെങ്കിലും ഒരു എറർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ആദ്യം മുതൽ പിന്നെ റീട്രൈറ്റ് ചെയ്യുന്നു, അത് പിന്നെയും ആരോഗ്യത്തെ ഒരുപാട് ബാധിക്കും. ഒരുപക്ഷെ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥ കിട്ടും. അതുകൊണ്ട് നീ എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് ക്രമീകരിച്ച് നീ തിരിച്ചു വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ജോലി സ്ഥലത്ത് പോയി 2 മാസത്തോളം വീണ്ടും ഞാൻ ജോലിയിൽ 2022 നവംബർ മാസത്തിൽ ഞാൻ തിരിച്ച് യൂറോപ്പിലോട്ട് എൻ്റെ ജോലി സ്ഥലത്ത് പോയി. അങ്ങനെ ഞാൻ ജോലിയിൽ പ്രവേശിച്ചു. ഇതിൻ്റെ ഇടയിലെല്ലാം എൻ്റെ യൂറോപ്പിലുണ്ടായിരുന്ന പാസ്റ്ററെങ്കിലും പാസ്റ്ററിൻ്റെ ആ ദൈവസഭ എനിക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ആഴ്ചയിലൊക്കെ എൻ്റെ എല്ലാ ഫ്രണ്ട്സും വിളിച്ച് വാട്സപ്പിലൂടെ ഇങ്ങനെയുണ്ട് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു. ഒരിക്കലും ഒരു ആത്മീയ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരാളുടെ ജീവിതത്തിൽ ഒരിക്കലും മാറ്റപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥ. ശരിക്കും ഞാൻ എൻ്റെ ഈ അവസരത്തിലൂടെ കടന്നു പോയപ്പോഴാണ് എന്താണ് ബ്ലഡ് റിലേഷൻ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. എൻ്റെ സഹോദരങ്ങൾ എന്നെ കരുതൽ എന്നൊക്കെ പറഞ്ഞ ഒരിക്കലും ആർക്കും കിട്ടാത്ത ഒരു സൗഭാഗ്യമാണ്. ഇത്രയും നല്ല സഹോദരങ്ങൾ ദൈവം എനിക്ക് ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. ഓരോരുത്തരെയും ഇത്രയും നല്ല ആത്മീയ ശുശ്രൂഷയ്ക്കായിട്ട് അനേകം ദൈവദാസന്മാരെ എനിക്ക് വേണ്ടി ഒരുക്കിയ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാൻ തിരിച്ച് ഇന്ത്യയിൽ വന്നു, ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എല്ലാം മാറി, എനിക്ക് 2 മെഡിസിനേ ഉള്ളൂ, രാവിലെ ഒന്ന് വൈകുന്നേരം ഒന്ന്. അങ്ങനെ ട്രീറ്റ്മെന്റ് ഓൾമോസ്റ്റ് ഫൈനൽ സ്റ്റേജിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് പലയിടത്തും ഞാൻ സാക്ഷ്യം പറയാൻ സമയം കിട്ടിയപ്പോഴൊക്കെ ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എപ്പോഴും ഞാൻ ദൈവത്തോടൊരു കംപ്ലൈന്റ് പറഞ്ഞു, ദൈവമേ പലരും ഇങ്ങനെ സാക്ഷ്യം കേൾക്കുന്നു എന്നിട്ട് പറയും വളരെ നല്ല സാക്ഷ്യമാണല്ലോ കർത്താവ്, പക്ഷെ ഒരുത്തരും കർത്താവെ ആരും ഒരു മാനസാന്തരത്തെ അനുഭവത്തിലേക്ക് വരുന്നില്ലല്ലോ എന്ന് ഞാൻ എപ്പോഴും ദൈവത്തോടൊക്കെ ഞാൻ കംപ്ലൈന്റ് പറയാൻ. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും പറയാനുള്ള ഒരു സാക്ഷ്യമായിട്ടല്ല കണ്ട ഒരു ദൈവത്തിന്റെ ഒരു ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ അത് എപ്രകാരമാണ് ഉണ്ടാവേണ്ടത്. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ മരിച്ചു പോയതാണ്. വലത് കൈയും വലത് കാലം ഒന്നും ചലിക്കാനും ഒന്നും പറ്റത്തില്ല, എന്നുവെച്ചാൽ തളർന്നു പോയതാണ്. അവിടെ നിന്ന് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇത്രയും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരും ജീവിതത്തിൽ ചെറിയതായിക്കോട്ടെ വലുതായിക്കോട്ടെ ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. മരിച്ച ലാസറിനെ ഉയർപ്പിച്ച ദൈവമാണെങ്കിൽ അതേ ഉയർപ്പിന്റെ ശക്തി ഇന്നും നമ്മുടെ ഇടയിൽ നമ്മളോട് കൂടെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അവന്റെ പേര് ഇമ്മാനുവേൽ എന്ന് പറഞ്ഞിരിക്കുന്നത്, ദൈവം നമ്മോട് കൂടെ എന്ന്. ഒരിക്കലും ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു പാട്ടുണ്ട്, പ്രാണനേക്കാൾ അരികിലുള്ളതാൽ ഭയപ്പെടുവാൻ കാര്യമില്ല, സ്നേഹമേറെ നൽകിനാൽ ഭാരപ്പെടുവാൻ നേരമില്ല. ശരിക്കും ഞാൻ ആലോചിച്ച് നോക്കിയാൽ ഞാൻ വിളിച്ച എൻ്റെ പ്രാണന്റെ ശരീരത്തിലെ നെഞ്ചോട് ചേർന്നായിരിക്കുന്നത്. പക്ഷെ അതിനേക്കാൾ മുമ്പ് സ്വർഗം എന്ന് പറയുന്ന അറിയത്തില്ല, ദൂരെ നമ്മുടെ സങ്കല്പം അല്ല, തമ്പുരാൻ നമ്മളിലായിരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ വേണ്ടിയാണ് തമ്പുരാൻ ഇരിക്കുന്നത്. നമ്മുടെ കുറവുകൾ എന്തെങ്കിലും ആയിക്കോട്ടെ, കുറവില്ലാത്ത മനുഷ്യന്മാരാരുമില്ല, എന്നാലും നമ്മൾ ദൈവത്തിന് മുമ്പിൽ സബ്മിഷൻ ചെയ്യണം. ഞാൻ ശിശുസ്നാനത്തെ കുറിച്ച് എനിക്ക് അറിയത്തുള്ളായിരുന്നു, പക്ഷെ ദൈവമാണ് എനിക്ക് ബോധ്യം തന്നത്.
അത് ഇങ്ങനെ തന്നെയല്ലേ വചനത്തിൽ എഴുതിയിരിക്കുന്നത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുവാൻ രക്ഷിക്കപ്പെടും. അത് ശിശു സ്നാനത്തിൽ ആ ഒരു വിശ്വാസം വരുന്നില്ല. എനിക്ക് വേണ്ടി ഒരുപക്ഷെ ഏറ്റു പറയുന്നത് എൻ്റെ തലതൊട്ട് അപ്പനോ അമ്മയോ ആവാം, പക്ഷെ അതല്ല, ഞാൻ എൻ്റെ വായ കൊണ്ടാണ്. ആ ഒരിക്കലും സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്ത് സഭയിൽ ചേരുക എന്നുള്ളതല്ല അർത്ഥമല്ല, ദൈവത്തോട് ചേരുക. അവനിലാണ് നമ്മൾ പിന്നെ മറയപ്പെട്ടിരിക്കുന്നത്. എല്ലാവരും ദൈവത്താൽ നയിക്കപ്പെടുന്നവരായി മാറുവാൻ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുള്ള അനേക അത്ഭുതങ്ങൾ എനിക്കൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും. ഈ ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു വചനം എല്ലാത്തിനും ശക്തിയുള്ളതാണ്. ഇതിനെല്ലാത്തിനും ഇന്നും ക്രിയ ചെയ്യാൻ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് ഇന്നും ക്രിയ ചെയ്യാൻ നിങ്ങളുടെ ജീവിതത്തിലുള്ള എന്തൊരു സംഭവം ഉണ്ടോ അതിനെല്ലാം ബൈബിളിലുണ്ട്. ഈച്ച് ആൻഡ് എവറി സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിലെ അത് ബൈബിളിൽ എഴുതപ്പെട്ടിട്ടുള്ള, അതുമായിട്ട് കോറിലേറ്റ് ചെയ്ത് ആ വചനത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ വിടുതലുണ്ടാവും. അവയവങ്ങളില്ലാത്തവർക്ക് അവയവങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ വിവാഹ തടസ്സങ്ങളുള്ളവർക്ക് വിവാഹ തടസ്സങ്ങൾ മാറും. ജോലിയില്ലാത്തവർക്ക് ജോലികൾ ലഭിക്കപ്പെടും. കടബാധ്യതകൾ മാറും. സാമ്പത്തിക അവസ്ഥയിലോട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമുക്കുള്ള പ്രശ്നങ്ങൾ മാറും. വീടില്ലെങ്കിൽ വീടുണ്ടാവും. എല്ലാം ഇതിൻ്റെ അകത്ത് എഴുതപ്പെടാത്ത ഒന്നുമില്ല നമ്മുടെ ലൈഫിൽ. ഇതിനെ ഏറ്റെടുക്കാത്ത കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് പറ്റിപ്പോയ തെറ്റുകൾ, നമ്മുടെ സഭകൾക്ക് പറ്റിപ്പോയ തെറ്റുകൾ. എല്ലാം പഴയ രീതിയിലോട്ട് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു കൂട്ടമായിട്ട്, അതിലുപരിയായിട്ട് ദൈവത്തെ അനുസരിക്കുന്ന ഒരു കൂട്ടമായിട്ട് വരുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിടവാങ്ങുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനും ബലവാനും മഹാകാരുണ്യനുമായ സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, ഇത് കേൾക്കുന്നവരുടെ മനസ്സിൽ ഒരു സാക്ഷ്യമായിട്ടല്ല കർത്താവേ, ഹല്ലേലൂയ, നീ അവരെ പണിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നീ അവരെ ഓരോരുത്തരെയും വീണ്ടെടുക്കപ്പെടുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർ ഇത് കാണുവാനും അനേകം രാജ്യങ്ങൾ ഇത് കാണുവാനും കേൾക്കുന്നവർക്കൊക്കെയും കർത്താവേ, ഹല്ലേലൂയ, വലിയ വിടുതലുകൾ ജീവിതത്തിൽ സംഭവിക്കാൻ, വലിയ മാനസാന്തരങ്ങൾ ജീവിതത്തിൽ സംഭവിക്കപ്പെടുവാൻ, സ്നാനങ്ങൾ ജീവിതത്തിൽ സംഭവിക്കപ്പെടുവാൻ, സത്യസഭയോട് ചേർക്കപ്പെടുന്ന രീതിയിൽ അവരെ ഓരോരുത്തരെയും പണിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ മിനിസ്ട്രികളെയും, ഞങ്ങളുടെ എല്ലാ അഭിഷക്തന്മാരെയും, എല്ലാ ദേവദാസന്മാരെയും എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എന്നെ ഈ നിലയിലേക്ക് കൊണ്ടുവരാൻ എന്നെ സഹായിച്ച ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ഓരോരുത്തരുള്ള നന്ദിയും സ്നേഹവും കർത്താവേ, അവരെ എല്ലാവരും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥന കേട്ട് ഓർത്ത് സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, സ്തോത്രം. ഒരു അവസരം തന്ന പാസ്റ്ററോട്, അരോമ TV അതിൻ്റെ പ്രവർത്തകരോട്, എന്നെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രജിത്ത് പാസ്റ്റർ പാമ്പാടി, പ്രത്യേകമായിട്ട് എൻ്റെ എറണാകുളത്തെ എൻ്റെ എല്ലാ സഹോദരങ്ങളോടും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ അഭിഷക്തന്മാരോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അവരുടെ പ്രാർത്ഥനയും അവരുടെ ഡെഡിക്കേഷൻസും ദൈവം അവരെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോരുത്തരെയും ഞാൻ സ്മരിച്ചുകൊണ്ട് അരോമ TVയിലുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഒരിക്കൽ കൂടെ ഞാൻ പ്രകാശിപ്പിച്ചുകൊണ്ട് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു പ്രിയ സഹോദരൻ അനീഷ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങൾ ദൈവസന്നിധിയിലെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ പിന്നിട്ട ആയുസ്സിൽ ജീവന്റെ വില എന്താണെന്ന് ശരിക്കും തിരിച്ചറിഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ് പ്രിയ അനീഷ് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. നല്ല യൗവനത്തിൽ തന്നെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി അഭിമുഖീകരിച്ച ഒരുപാട് അനുഭവങ്ങൾ, ജീവിതത്തിൽ മുന്നോട്ട് എല്ലാ പ്രതീക്ഷകളും എല്ലാ സ്വപ്നങ്ങളും മാറിമറിഞ്ഞ ഒരു പ്രതിസന്ധി, ജീവിതം മുഴുവനും തളർത്തിക്കളഞ്ഞ, കുടുംബത്തെ മുഴുവനും തളർത്തിക്കളഞ്ഞ, എല്ലാ സ്വപ്നങ്ങളും തകിടം മറിഞ്ഞ ആ നിമിഷങ്ങൾ ആലോചിക്കാൻ പോലും കഴിയില്ല. വൈദ്യശാസ്ത്രത്തിനോ മരുന്നിനോ പ്രിയപ്പെട്ടവർക്കോ ആർക്കും തന്നെ രക്ഷിപ്പാൻ സഹായിപ്പാൻ കഴിയാതിരുന്ന ഒരു അനുഭവം. വലതുവശം മുഴുവനും സ്ട്രോക്ക് വന്ന് തളർന്നുപോയി. ചില നാളുകൾ അതേ അവസ്ഥയിൽ തുടരുമ്പോൾ അവിടെ നിന്ന് തിരിച്ചു പിടിച്ച് ജീവിതത്തിൽ ഇന്നായിരിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ
പ്രവർത്തിച്ച ആ ദൈവത്തിൻ്റെ മഹാ അത്ഭുതകരമായ ആ കരത്തിൻ്റെ സ്പർശനം ഏറ്റ ഒരു വ്യക്തിയാണ് പ്രിയ കർത്താവിൻ്റെ ദാസൻ അനീഷ് വർഗീസ് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് വേദനാജനകമായ, ഒരിക്കലും ആഗ്രഹിക്കാത്ത, അപ്രതീക്ഷിതമായ ഒരു സംഭവമായിരുന്നെങ്കിലും അതിൻ്റെ ആഴങ്ങളിലേക്ക് നോക്കുമ്പോൾ ദൈവവചനത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. യേശുവിനോടൊപ്പം സഞ്ചരിച്ച ശിഷ്യന്മാരുണ്ട്, ശുശ്രൂഷകൾ അനുഭവിച്ചവരും ശുശ്രൂഷ ചെയ്തവരും ഒക്കെ ഉണ്ട്. പക്ഷേ അപൂർവ ചിലർക്ക് മാത്രമേ യേശുവിനെ തൊടുവാനും യേശു തൊടുവാനുമുള്ള അവസരം ലഭിച്ചിട്ടുള്ളൂ. സ്തോത്രം. അവിടെ വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ദൈവം അറിഞ്ഞു, കർത്താവ് ആ സന്ദർഭത്തിൽ അറിഞ്ഞു ആര് ആണ് എന്നെ തൊട്ടത് എന്ന് യേശു കർത്താവ് ആ ചുറ്റും കൂടി നിന്ന് തിക്കിത്തിരക്കുന്നവരോട് ചോദിക്കുക. ശിഷ്യന്മാർ പറയുന്ന ഒരു കാര്യം നമുക്കറിയാം, ഇത്രയും ജനം ഇവിടെ ചുറ്റും കൂടി നിന്ന് തിക്കിത്തിരക്കിയിട്ട് ആരെന്നെ തൊട്ടു എന്നുള്ള ചോദ്യത്തിന്റെ യാതൊരു പ്രസക്തിയുമില്ലെന്നാണ് ശിഷ്യന്മാർ പറഞ്ഞത്. പക്ഷേ കർത്താവ് പറഞ്ഞ അല്ല, എന്നെ ആരോ തൊട്ടു. അപ്പം ആരോ എന്നെ തൊട്ടു എന്ന് പറയുമ്പോൾ അതൊരു വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. ഇന്നും ഈ ഒരു സാക്ഷ്യം പറയുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഇല്ലായിരുന്നു എങ്കിൽ പറയാൻ പറ്റത്തില്ലായിരുന്നു. ഒരുപാട് പേര് കർത്താവിനെ വിശ്വസിക്കുന്നുണ്ട്, കർത്താവിൻ്റെ പുറകാലെ യാത്ര ചെയ്യുന്നുണ്ട്, ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ യേശുവിനെ തൊട്ട, അല്ലെ യേശു തൊട്ട അപൂർവ ചില വ്യക്തികളെയാണ് വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവരുടെ അനുഭവം എന്ന് പറയുന്നത് കൂടെ നടക്കുന്ന ശിഷ്യന്മാരുടെ അനുഭവമല്ല, അവരുടെ അനുഭവം. അവിടെ ആ സഹോദരിയെക്കുറിച്ച് പറയുന്നു, അവൾക്കുണ്ടായിരുന്നതൊക്കെ അവൾ വിറ്റു, വൈദ്യന്മാർക്ക് കൊടുത്തു, 12 വർഷം അവൾ ചികിത്സയൊക്കെ ചെയ്തു, ഒത്തിരി കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ വന്നു, പക്ഷെ എനിക്ക് സൗഖ്യമുണ്ടായില്ല. എന്നാൽ യേശുവിനെ തൊട്ട മാത്രയിൽ അവളുടെ ശരീരത്തിലുണ്ടായ ആ മാറ്റം പ്രിയ സഹോദരൻ അനീഷിന്റെ ജീവിതത്തിലും ആ ഒരു സ്പർശനം അനുഭവിക്കുവാൻ ഇടയായി തീർന്നു. ഒരു സന്ദർഭത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത സാഹചര്യങ്ങളായിരുന്നുവെങ്കിലും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവ് തൊട്ട ആ ഒരു ശരീരമാണ് ഇവിടെ ഇരുന്ന് ഈ സാക്ഷ്യം പറയുവാൻ ഇടയായി തീർന്നത് എന്നുള്ളത് കൊണ്ട് ആമേൻ. ആ രോഗമല്ലെങ്കിൽ ആ ഒരു പ്രതിസന്ധി ജീവിതത്തിൽ കടന്നു വന്ന ആ അസാധാരണമായ സാഹചര്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന് തൊടാനുള്ള ഒരു ഉപാധി മാത്രമായിരുന്നു. ലാസറിന്റെ രോഗവും മരണവും ഒക്കെ നമുക്ക് നന്നായിട്ടറിയാം. കർത്താവിന്റെ നാമ മഹത്വത്തിന് വേണ്ടിയിട്ട് ജീവിതത്തിൽ വന്നു ഭവിക്കുന്നതൊക്കെ അത് ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരുവാൻ കർത്താവ് അതിനുള്ള അവസരങ്ങളെ ഒരുക്കുന്നതാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ കഷ്ടങ്ങൾ, നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിച്ച നമ്മൾ കടന്നുപോയ വിഷയങ്ങളൊക്കെ അത് സാരമില്ല എന്ന് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിയും. പ്രിയ അനീഷ് ബ്രദറിന്റെ ജീവിതത്തിൽ ദൈവം തന്ന അത്ഭുതകരമായ ആമേൻ ഈ വിടുതലിനായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ആമേൻ. ദൈവം സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ, ദീർഘായുസോടെ ആമേൻ ജീവിച്ചിരുന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ പ്രിയ ബ്രദറിനെ ദൈവം പിന്നെ സഹായിക്കട്ടെ. കുടുംബമായി ദൈവം മാനിച്ചാതിരിക്കട്ടെ. കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം പ്രസ്താവിച്ച് അനേകരെ കർത്താവിങ്കിലേക്ക് ആദായപ്പെടുത്തുവാൻ പ്രിയ ബ്രദറിന്റെ ഈ ആയുസ് ദൈവം സഹായിക്കട്ടെ എന്ന് തരുണത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ ഓരോ പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങളുടെ കഷ്ടതയിലും വിളിച്ചപേക്ഷിക്കൂ. കർത്താവ് വചനം പറയുന്നു, കഷ്ടങ്ങളിൽ അവൻ എനിക്ക് ഏറ്റവും അടുത്ത തുണയാണ്. നമ്മുടെ രോഗക്കിടക്കയിൽ നമ്മൾ കടന്നു പോകുന്ന പ്രതികൂലം നിറഞ്ഞ സാഹചര്യങ്ങളിൽ കർത്താവ് നമ്മളെ തൊടുന്ന, അല്ലെങ്കിൽ കർത്താവിനെ തൊടുവാൻ, കർത്താവിൽ നിന്ന് വിടുതൽ അനുഭവിക്കുവാൻ കഴിയുന്ന നല്ല അവസരങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ ആ വിടുതൽ ഏറ്റെടുക്കുവാനും അനുഗ്രഹിക്കപ്പെട്ട ഇതുപോലുള്ള സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കുവാനും നമ്മുടെ ആയുസ്സിൽ കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്.
അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കാവുന്നതാണ്. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് അതിൽ പങ്കാളികളാകാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുന്നവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.